സകല ലോകത്തിന്റെയും രാജാവും എൻ്റെ കർത്താവുമായ നമ്മുടെ ദൈവം വാഴ്ത്തപ്പെട്ടവർ. ആ ധന്യവും നിസ്തുല്യമായ നാമത്തിൽ എല്ലാ പ്രിയപ്പെട്ടവർക്കും ഒരിക്കൽ കൂടെ എൻ്റെ വന്ദനത്തെ അറിയിക്കുകയും ഈ ദൈവവചന പഠനത്തിലേക്ക് ഹാർദവമായി സ്വാഗതം ആശംസിക്കുകയും ചെയ്യും. നമ്മൾ തുറമാനമായി ചിന്തിച്ചും പഠിച്ചും വരുന്ന ദൈവവചനം നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവിന്റെ മടങ്ങി വരവിൽ എടുക്കപ്പെടുന്നവരുടെ യോഗ്യതകൾ എന്ന ഭാഗമാണ് നമ്മളിപ്പോൾ സന്ദർഭവശാൽ കൈകാര്യം ചെയ്തു വരുന്നത്. അതിലെ 4ാമത്തെ പോയിന്റായ തീത്തോസിന്റെ ലേഖനം 2-ാം അധ്യായം 11-ാം വാക്യത്തിന്റെ വിശദമായ പഠനമാണ് നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. മഹാദൈവവും നമ്മുടെ കർത്താവുമായ യേശു ക്രിസ്തുവിന്റെ പ്രത്യക്ഷത കാത്തും കൊണ്ട് ഭക്തികേടും പ്രപഞ്ചമോഹങ്ങളും വർജിക്കണം. ഇതായിരുന്നു നമ്മുടെ പഠനം. അപ്പോൾ യേശുക്രിസ്തുവിന്റെ പ്രത്യക്ഷത കാത്തിരിക്കുന്ന ഒരു ദൈവ പൈതൽ ഭക്തിക്ക് കേടുണ്ടാക്കുന്നതെല്ലാം വർജിക്കണം എന്നുള്ളതാണ് നമ്മൾ ചിന്തിക്കുന്നത്. അപ്പൊ അതുമായി ബന്ധപ്പെട്ട ചില പ്രധാന ഭാഗം നാം ചിന്തിച്ചും പഠിച്ചും വരികയാണ്. ആ യേശുക്രിസ്തുവിന്റെ പ്രത്യക്ഷതയുമായി ബന്ധപ്പെട്ട് കൊലോസ്യ ലേഖനം 3-ാം അധ്യായത്തിലാണ് ഇപ്പോൾ നമ്മുടെ പഠനം നിൽക്കുന്നത്. വിശദമാക്കി ധാരാളമായി പറയാതെ തന്നെ വായിക്കുമ്പോൾ തന്നെ കാര്യം ബോധ്യമാകത്തക്ക നേരം വളരെ സിമ്പിളായി പരിശുദ്ധാത്മാവ് കാര്യങ്ങൾ രേഖപ്പെടുത്തിയിരിക്കുന്നു. അപ്പോൾ നമ്മൾ വായിച്ചു നിർത്തിയത് 5-ാം വാക്യത്തിൽ, ആകയാൽ ദുർനടപ്പ്, അശുദ്ധി, അതിരാഗം, ദുർമോഹം, വിഗ്രഹാരാധനയായ അത്യാഗ്രഹം ഇങ്ങനെയുള്ള ഭൂമിയിലുള്ള നിങ്ങളുടെ അവയവങ്ങളെ മരിപ്പിപ്പീൻ എന്നാണ്. അപ്പൊ ഇതൊക്കെ ഭൂമിയിലുള്ള, ഒന്നുകൂടെ പറഞ്ഞാൽ ലോകത്തോട് നമ്മെ അടുപ്പിക്കുന്ന വസ്തുതകളെല്ലാം നമ്മൾ മരിപ്പിക്കണം എന്നർത്ഥം. നമ്മെ ലോകത്തോട് അടുപ്പിക്കുന്നതാണോ ദൈവത്തോട് അടുപ്പിക്കുന്നതാണോ എന്നുള്ളതാണ് പ്രശ്നം. ഒറ്റ വാക്കിൽ പറഞ്ഞാൽ ലോകത്തോട് അടുപ്പിക്കുന്ന എല്ലാറ്റിനോടും നമുക്കൊരു ഗുഡ് ബൈ പറയണം. അതാണ്. നമുക്കൊരു ന്യൂ ബിഗിനിങ് ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ സകലത്തിനൊരു പ്രോപ്പർ ബൈ പറഞ്ഞെങ്കിലേ ഒക്കൂ. അല്ലാത്തിടത്തോളം കാലം ഒരു പുതിയ തുടക്കം നമുക്ക് ദാറ്റ് ഈസ് ഇംപോസിബിൾ, നടക്കുക. അപ്പോൾ ഈ അവയവങ്ങളൊക്കെ മരിപ്പിക്കണം. ഞാൻ കഴിഞ്ഞ ക്ലാസ്സിലും ഓർപ്പിച്ചു. അതുകൊണ്ടാണ് പൗലോസ് പറഞ്ഞത് ഐ ഡൈ ഡെയിലി, ഞാൻ ദിനേന മരിക്കുന്നു. അതിനർത്ഥം എന്നും പൗലോസിനെ കുറിച്ചിടുകയാണെന്നാണോ? അല്ല. തന്നിലുള്ള ജഡസ്വഭാവത്തെ, ലോകത്തോട് പറ്റുമാനം ഉണ്ടെന്ന് തോന്നുന്ന എല്ലാറ്റിനെയും ഓരോ ദിവസം കഴിയും തോറും അതിനെ മരിപ്പിക്കുക. മനസ്സിലാകുന്നുണ്ടോ? യെസ്. നമ്മളുള്ള നിഗളമാകാം, അഹങ്കാരമാകാം, അങ്ങനെ എന്തെല്ലാം ഉണ്ട്. അതിനെല്ലാം, നമ്മിലുള്ളതിനെ നമ്മൾ എന്ത് ചെയ്യണം? മരിപ്പിക്കണം എന്ന് പൗലോസ് കൊലോസിലുള്ള വിശ്വാസികളോട് വളരെ വ്യക്തമായി പറയുന്നു. ഞാൻ അവിടെ നിൽക്കുന്നില്ല, എനിക്ക് മറ്റേ പൂനിലേക്ക് പറഞ്ഞത് കൊണ്ടാണ്. അത് മാത്രമല്ല, അവയിൽ ജീവിച്ചിരുന്ന കാലം നിങ്ങൾ മുമ്പേ അവയിൽ നടന്നു പോന്നു. ഇതിലൂടെയൊക്കെ പോയ ഒരു കാലം നമുക്കുണ്ടായിരുന്നു എന്ന് മുമ്പേ. കേട്ടോ, ആ മുമ്പ് എന്നുള്ളത് വേദപുസ്തകത്തിൽ അല്പം അപകടം ഉണ്ടാക്കുന്ന ഒരു പദമാണ്, പ്രത്യേകിച്ചും പൗലോസ് ലേഖനങ്ങളിൽ. കാരണം വിശ്വാസത്തിന്റെ ത്രികാല അനുഭവം പറയുമ്പോൾ വിശ്വാസം വരും മുമ്പേ, വിശ്വാസത്തിൽ വന്നപ്പോൾ, വിശ്വാസം വന്ന ശേഷം. വിശ്വാസം വരും മുമ്പേ, വിശ്വാസം വന്ന ശേഷം, വിശ്വാസത്തിന്റെ പൂർത്തീകരണ കാലം. അങ്ങനെ ഒരു 3 കാല പഠനമുണ്ടത്. ഞാൻ പോയിന്റായിട്ട് പറയും, നിങ്ങൾ ചിന്തിക്കുകയും ധ്യാനിക്കുകയും പഠിക്കുകയും ചെയ്യണം. വിശ്വാസം വരും മുൻപേ അങ്ങനെ ഒരു കാലം ഉണ്ടായിരുന്നു. വിശ്വാസത്തിൽ വന്ന ശേഷം, അവിടെ കൊണ്ട് തീർന്നില്ല, വിശ്വാസത്തിന്റെ പൂർത്തീകരണ കാലം. അത് നിങ്ങൾ ഗലാത്യ ലേഖനവും 3-ാം അധ്യായത്തിൽ 23-ാമത്തെ വാക്യവും 4-ാം അധ്യായത്തിന്റെ 8-9 വാക്യങ്ങളൊക്കെ ഒന്ന് കണക്ട് ചെയ്യണം. അപ്പൊ പെട്ടെന്ന് പിടികിട്ടും. ഓക്കെ, ഞാൻ അങ്ങോട്ട് പോകുന്നില്ല. ഇപ്പോഴോ 8-ാമത്തെ വാക്യം, ഇപ്പോഴോ നിങ്ങളും കോപം, ക്രോധം, ഈർഷ്യ, വായിൽ നിന്ന് വരുന്ന ദൂഷണം, ദുർഭാഷണം ഇവയൊക്കെയും വിട്ടുകളവീൻ.
അന്യോന്യം ഭോഷ്ക് പറയരുത്. ഇത്രയും പറഞ്ഞിട്ടാണ് നിങ്ങൾ പഴയ മനുഷ്യനെ അവന്റെ പ്രവർത്തികളോടുകൂടെ ഉരിഞ്ഞു കളഞ്ഞ് തന്നെ സൃഷ്ടിച്ചവന്റെ പ്രതിപ്രകാരം പരിജ്ഞാനത്തിനായി പുതുക്കം പ്രാപിക്കുന്ന പുതിയ മനുഷ്യനെ ധരിച്ചിരിക്കുന്നുവല്ലോ. കണ്ടോ, എന്തെല്ലാം കാര്യങ്ങളിൽ ക്രമീകരണം വരുത്തണമെന്ന പൗലൂസ് പറയുന്നത്. ഞാൻ അതിപ്പോൾ വിശദീകരിക്കുന്നില്ല, കാരണം എനിക്ക് മറ്റ് പുസ്തകത്തിലേക്ക് വരണത് കൊണ്ടാണ്. അവിടെ ഒരു കാര്യം എടുത്ത് പറഞ്ഞ് എന്തെന്നറിയാമോ? അന്യോന്യം ഭോഷ്ക് പറയരുത്. ദൈവമക്കളുടെ സംഭാഷണം എപ്പോഴും ഓപ്പൺ മൈൻഡ് ആയിരിക്കണം, തുറന്ന മനസ്സോടെ ആയിരിക്കും. അങ്ങനെ സംസാരിക്കാം, തുറന്ന മനസ്സോടെ സംസാരിക്കുക. ഏതൊരു കാര്യം പറയാനാണെങ്കിലും തുറന്ന മനസ്സോടെ പറയുക. അങ്ങനെ ചെയ്യാവോ? നമ്മൾ അതിനകത്ത് പണ്ട് ഈ ഞാഞ്ഞൂല് പറഞ്ഞില്ല, ഞാനും മൂർഖൻ ചേട്ടൻ്റെ കൂടിയാ കൊന്നതെന്ന്. അതുപോലെ ആകരുത്. ഞാഞ്ഞൂല് പറഞ്ഞതാ. ഞാഞ്ഞൂൽ എന്ന് അറിയാലോ, വര, കുഞ്ഞു വരയില്ലേ, ഞങ്ങളുടെ നാട്ടിൽ ഞാഞ്ഞൂൽ എന്നാ പറഞ്ഞത്. ഞാഞ്ഞൂല് പറഞ്ഞു, ഞാനും മൂർഖൻ ചേട്ടനോട് കൂടിയാ കൊന്നതെന്ന്. നമ്മളവിടെ ചെറുവരൽ പോലും അനക്കിയിട്ടില്ല. എന്നാലും ഞാനും മൂർഖൻ ചേട്ടനും കൂടെ ആണെന്ന് പറയാൻ നമുക്കിഷ്ടം. കണ്ടോ? ഓക്കെ, അവിടെയൊക്കെ പറയാൻ പോയാൽ ശരിയാത്തില്ലാത്തപ്പോൾ ഞാൻ ആ ഭാഗം വിടുക. അപ്പം ഒരു തുറന്ന മനസ്സോടെ, ഞാൻ എപ്പോഴും പറയും, നമ്മളൊരു വ്യക്തിയോട് സംസാരിക്കുമ്പോൾ നടുവിൽ കർത്താവ് ഉണ്ടെന്നുള്ളൊരു ബോധ്യം ഉണ്ടെങ്കിൽ രക്ഷപ്പെട്ടു. സ്തോത്രം. അപ്പൊ പിന്നെ നമ്മൾ എപ്പോഴങ്ങനെ ചിന്തിച്ചാൽ മതി. ഞാൻ നിങ്ങളോട് സംസാരിക്കുമ്പോൾ, നിങ്ങൾ എന്നോട് സംസാരിക്കും, നിങ്ങൾ മറ്റോട് സംസാരിക്കുമ്പോഴൊക്കെ നടുക്ക് ഒരാളുടെ ഉണ്ടെന്ന് ഓർത്താൽ സംഗതി ഓക്കെ. കർത്താവും കൂടെ ഉണ്ട് എന്ന് മനസ്സിലാക്കിയാൽ നമ്മൾ പിന്നെ ഉള്ളതുപോലെ തുറന്ന മനസ്സോടെ സംസാരിക്കാനുള്ള മനോഭാവം നമുക്കുണ്ടാകും. ഓക്കെ, അപ്പൊ അത്രയും ഭാഗം പറഞ്ഞ് ഞാൻ ആ കൊലോസ്യ ലേഖനം അവിടെ ഒന്ന് നിർത്തിയിട്ട്, നമ്മുടെ ജീവനായ ക്രിസ്തു വെളിപ്പെടുമ്പോൾ നമ്മളും തേജസ്സിൽ വെളിപ്പെടുമെന്നാണല്ലോ. ഓക്കെ, കൊരിന്ത്യർ ലേഖനം എടുക്കാം. കൊരിന്ത്യർ 1-ാം ലേഖനം 15-ാം അധ്യായം 52-ാമത് വാക്യം. അല്പം വിശദമായ ഭാഗത്തേക്ക് കയറുകയാണേ, കാരണം ഇത് പറഞ്ഞു നോക്കുള്ളത് കൊണ്ടാണ്. കൊരിന്ത്യർ 1-ാം ലേഖനം 15-ാം അധ്യായത്തിന്റെ 51, 52, 53 ഒക്കെ വായിച്ചു, കുഴപ്പമില്ല. 51, 52, 53. ഞാനൊരു മർമ്മം നിങ്ങളോട് പറയാം. നാം എല്ലാവരും നിദ്രകൊള്ളുകയില്ല, എന്നാൽ കാഹളനാദത്തിങ്കൽ പെട്ടെന്ന് കണ്ണിമയ്ക്കുന്നതിനിടയിൽ നാം എല്ലാവരും രൂപാന്തരപ്പെടും. കാഹളം ധ്വനിക്കും, മരിച്ചവർ അക്ഷയരായി ഉയർക്കുകയും നാം രൂപാന്തരപ്പെടുകയും ചെയ്യും. ഈ ദ്രവത്വമുള്ളത് അദ്രവത്വത്തെയും ഈ മർത്യമായത് അമർത്യത്തെയും ധരിക്കണം. ഈ ദ്രവത്വമുള്ളത് അവിടെ ഒരു കാര്യം പറയണം. ഞാൻ ഒരു മർമ്മം നിങ്ങളോട് പറയാം. നമ്മൾ ഈ ഭാഗം സാധാരണഗതിയിൽ വായിക്കുക പതിവില്ലാത്തത് കൊണ്ട്, എന്നാൽ വാക്യം പരിചയം ഉള്ളത് കൊണ്ടും അല്ലേ. ചാപ്റ്റർ ഓഫ് റിസറക്ഷൻ, പുനരുദ്ധാന അധ്യായമാണ്. 1 Corinthians chapter 15, ചാപ്റ്റർ ഓഫ് റിസറക്ഷൻ, പുനരുദ്ധാന അധ്യായം. ഓക്കെ, ഞാൻ അങ്ങോട്ടൊന്നും അത് പറയാനായിട്ടല്ലേ, അവിടെ ആണ് ഇതിന്റെ വിശദീകരണം കൊടുത്തിരിക്കുന്നത്. ഈ കൊരിന്ത് പട്ടണം, അവിടുള്ള വിശ്വാസികൾ അവരുടെ രീതികൾ ഒക്കെ ഒന്നും മനസ്സിലാക്കി വെക്കുന്ന നല്ലതാണ്. ഈ പുനരുദ്ധാന അധ്യായത്തിൽ പൗലോസ് കൈകാര്യം ചെയ്യുന്ന വിഷയം നിങ്ങളൊന്ന് ശ്രദ്ധിക്കണേ. 4 ശാസ്ത്രീയ തെളിവുകൾ നിരത്തിക്കൊണ്ടാണ് മരിക്കുന്ന മനുഷ്യൻ ജീവിക്കുമെന്ന് പൗലോസ് തെളിയിക്കുന്നത്. ഒന്ന് ബൊട്ടാനിക്കൽ എവിഡൻസ്, 2 സുവോളജിക്കൽ എവിഡൻസ്, 3 അസ്ട്രോളജിക്കൽ എവിഡൻസ്. ഇന്ന് വേണ്ട ശാസ്ത്രീയ തെളിവുകൾ അങ്ങോട്ട് നിരത്തുക പൗലോസ്. അപ്പോ അവിടെ നമുക്ക് പിന്നെ അങ്ങോട്ട് പോയാൽ എനിക്ക് ഇങ്ങോട്ട് വരാൻ ഒക്കത്തില്ല. നിങ്ങൾ പഠിക്കുന്നവർക്ക് വേണ്ടി ഞാൻ ഇട്ടുന്നത് മാത്രം. അപ്പോൾ ശാസ്ത്രീയമായ തെളിവുകൾ നിരത്തുക, ബൊട്ടാനിക്കൽ എവിഡൻസ്.
മൂടാ, നീ വിതയ്ക്കുന്ന ചത്തില്ലെങ്കിൽ തനിയെ ഇരിക്കുന്നു, ചത്തുവെങ്കിൽ വളരെ ഫലം കായ്ക്കുന്നു. നീ വിതയ്ക്കുന്നതോ കോതമ്പിന്റെയോ മറ്റു വല്ലതിന്റെയോ മണി എത്ര വിതയ്ക്കുന്നത്? കണ്ടോ, ബൊട്ടാണിക്കൽ എവിഡൻസാ റിസറക്ഷനെ കുറിച്ച്. ഞാൻ അങ്ങോട്ട് പോകുന്നില്ല, അത് നമുക്ക് പിന്നീട് സന്ദർഭത്തിൽ ആ വിഷയം മാത്രമായിട്ട് പഠിക്കാം. അതവിടെ പറയാൻ കാരണം കൊരിന്തു പട്ടണത്തിന്റെ ഒരു പ്രത്യേകത, എപ്പിക്യൂരിയൻ സിദ്ധാന്തം ഏറ്റവും അധികം സ്വാധീനം ചെലുത്തിയ പട്ടണമാണ് കൊരിന്തു പട്ടണം. തിന്നുക കുടിക്കുക നാളെ ചാകും, ദാറ്റ്സ് ഓൾ, അതിനപ്പുറത്തേക്ക് ഒന്നുമില്ല. എന്ന് പറഞ്ഞാൽ മരണാനന്തര ജീവിതത്തിലോ പുനരുദ്ധാനത്തിലോ വിശ്വാസമില്ലാത്തൊരു കൂട്ടരാണ് എപ്പിക്യൂരിയൻസ്. അവരുടെ ടീച്ചിങ്സ്, അവരുടെ സ്വാധീനം വളരെ അധികം ഉണ്ടായിരുന്ന പട്ടണമാണ് കൊരിന്തു പട്ടണം. അതുകൊണ്ടാണ് പക്ഷേ ഒരുവൻ മരിച്ചവൻ എങ്ങനെ ജീവിക്കും, ഏത് വിധത്തിൽ വരുമെന്ന് ചോദിക്കുന്നു. കണ്ടോ, അവിടുത്തെ ചോദ്യമായിരുന്നു. കാരണം അവരിത് വിശ്വസിക്കുന്നില്ലല്ലോ. അപ്പോൾ അവർക്കുള്ള മറുപടിയാണ് പൗലോസ് കൊടുക്കുന്നത്. അപ്പം ഒരു കാര്യം പറയാനായിട്ട് ഈ 15-ാം അധ്യായത്തിൽ വന്നപ്പോഴാണ് ഈ മർമ്മം പറയാന്ന് പറയാൻ കാരണം. അതുവരെ അന്നെ 1-ാം അധ്യായത്തിലെ മർമ്മം പറയത്തില്ലായിരുന്നു. ഏതായാലും ഒരു മർമ്മം പറയല്ലോ തുടക്കത്തിലെ പറഞ്ഞ എന്താ കുഴപ്പം? അതെന്ത് ഈ ഒടുവിലത്തെ അധ്യായമായ 16 അധ്യായം ഉണ്ടെങ്കിലും 15-ാം അധ്യായത്തിൽ വന്നപ്പോ ഈ മർമ്മം പറയാൻ കാര്യം മറക്കല്ലേ, ഇത് പബ്ലിക്കിനോടല്ല, കൊരിന്ത് സഭയോട് പൗലോസ് കൈകാര്യം ചെയ്യുന്ന വിഷയങ്ങളാണ്. ട്രാക്ക് വിട്ടു പോകരുത് നിങ്ങൾ. കൊരിന്തിലെ ദൈവസഭയോട് പൗലോസ് കൈകാര്യം ചെയ്യുന്ന വിഷയങ്ങളാണ്. ഈ 15-ാം അധ്യായത്തിന്റെ 51, 52 വാക്യങ്ങളിലേക്ക് വരുമ്പോൾ മാത്രമാണ് ഞാൻ ഒരു മർമ്മം നിങ്ങളോട് പറയാം. നാം എല്ലാവരും നിദ്ര കൊള്ളുകയില്ല, എന്നാൽ അന്ത്യകാഹളനാഥെങ്കിൽ പെട്ടെന്ന് കണ്ണിമിക്കുന്നിടയിൽ നാം എല്ലാവരും രൂപാന്തരപ്പെടും. എന്ന് പറഞ്ഞാൽ ജീവനോടെ ഇരിക്കുന്നവരുടെ രൂപാന്തരം എന്ന വിഷയം പൗലോസിന് മാത്രം എന്താ പറയാ വെളിപ്പെട്ട് കിട്ടിയ ഒരു വിഷയമാണ്. മരിച്ച ഉയർക്കുന്നതൊക്കെ, എന്നാൽ ജീവനോടിരിക്കുന്നവർക്ക് രൂപാന്തരമുണ്ടെന്നുള്ള കാര്യം പൗലോസ് മാത്രമാണ് വ്യക്തമാക്കുക. അതുകൊണ്ടാണ് ഞാൻ മർമ്മം പറയാന്ന് പറഞ്ഞത്. ഓക്കെ, നമ്മുടെ ടോപ്പിക് അവിടെയല്ല, ഞാൻ അതിന്റെ വേറെ ആംഗിളിലേക്ക് വരാനായിട്ടാണ്. എങ്ങനെയുള്ളവരോടാണ് ഇതൊക്കെ ക്രമപ്പെടുത്തുന്നത് പറഞ്ഞത്, അവിടെ നമ്മുടെ ആ വിഷയം. അപ്പൊ നമുക്ക് ഈ 16 അധ്യായത്തിനും കൂടെ പോയെങ്കിലേ ഈ കാര്യം നടക്കും. അതുകൊണ്ടാണ് ഞാൻ ഈ കൊലോസിലേക്ക് അധികം നിൽക്കാതെ പെട്ടെന്ന് ഇങ്ങോട്ട് എടുത്ത് ചാടിയത്. അല്ലെ ഈ വിഷയം നമുക്ക് ഒതുക്കാൻ പറ്റാതെ വരും. ഒരുപാട് കുഴപ്പങ്ങളുള്ള ഒരു സഭയാണ് കൊരിന്ത് സഭ. എന്ന് പറഞ്ഞാൽ 2 കൈയിലും വടിയായിട്ട് സ്കൂളിലേക്ക് ചെല്ലുന്ന ഒരു അധ്യാപകനെ നിങ്ങൾ മനസ്സിൽ കണ്ടേ. ഇന്ന് ഞാൻ അടിച്ച് തകർത്തിട്ടേ ഉള്ളൂ പറഞ്ഞ് ചെല്ലുന്നത്. അതുപോലെ പൗലോസ് വരുന്നൊരു, അല്ലെങ്കിൽ അതേ മനോഭാവത്തിൽ എഴുതിയ ലേഖനമാണ് കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനം. ആകെ കുഴപ്പമാണ്. അപ്പോൾ തന്നെ ഒരു കൃപാവരത്തിനും കുറവുമില്ല. അതാ രസം, ഒരു കൃപാവരത്തിനും കുറവില്ല. അത് ഗിഫ്റ്റൊക്കെ എക്സസൈസ് ചെയ്യുന്നുണ്ട്. പക്ഷെ പ്രശ്നം എന്താണെന്നറിയാമോ, നമുക്ക് ഓരോ അധ്യായത്തിലൂടെ പെട്ടെന്ന് കയറി പപ്പപ്പിടി കിട്ടും. എന്താണ് കൊരിന്ത്യൻ സഭയിലെ 1-ാമത്തെ പ്രശ്നം? 1-ാമത്തെ പ്രശ്നം അറിയാൻ 1-ാമത്തെ അധ്യായത്തിൽ തന്നെ വരണം. എടുക്കൂ, നിങ്ങൾ ചിന്തിക്കുക, 16 അധ്യായം ഇങ്ങനെ പോയാൽ എപ്പോ തീർക്കുന്നില്ല. ഓരോ അധ്യായത്തിലെ പോയിന്റ് മാത്രം പറഞ്ഞ് അങ്ങ് പോകാം. നമ്മൾ കൊരിന്ത്യ ലേഖനം പഠിക്കുകയല്ലോ. അങ്ങനെ ആരെങ്കിലും ഞാൻ വിശദമാക്കിയതിന് ഈ വിഷയത്തുള്ള ബന്ധത്തിലുള്ള കാര്യങ്ങൾ മാത്രം ഞാൻ പറഞ്ഞു. കൊരിന്ത്യർ 1-ാം ലേഖനം 1-ാം അധ്യായം 10 മുതൽ 13 വരെ വായിച്ചേ. സഹോദരന്മാരെ, നിങ്ങൾ എല്ലാവരും ഒന്നു തന്നെ സംസാരിക്കുകയും നിങ്ങളുടെ ഇടയിൽ ഭിന്നം ഭാവിക്കാതെ ഏക മനസ്സ് ഏകാഭിപ്രായത്തിൽ യോജിച്ചിരിക്കുകയും വേണമെന്ന് ഞാൻ നിങ്ങളെ കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമം ചൊല്ലി പ്രബോധിപ്പിക്കുന്നു. അടുത്തത്, സഹോദരന്മാരെ, നിങ്ങളുടെ ഇടയിൽ പിണക്കമുണ്ടെന്ന് ക്ലോവയുടെ ആളുകളാൽ എനിക്ക് അറിവ് കിട്ടിയിരിക്കുന്നു. നിങ്ങൾ ഓരോ, ഞാൻ പൗലോസിന്റെ പക്ഷക്കാരൻ, ഞാൻ അപ്പല്ലോസിന്റെ പക്ഷക്കാരൻ, ഞാൻ കേഫാവിന്റെ പക്ഷക്കാരൻ, ഞാൻ ക്രിസ്തുവിന്റെ പക്ഷക്കാരൻ എന്നിങ്ങനെ പറയുമ്പോൾ ക്രിസ്തു ഭാഗിക്കപ്പെട്ടിരിക്കുന്നുവോ? പൗലോസ് മതി. താങ്ക് യു. 1-ാമത്തെ പ്രശ്നം എന്നറിയാമോ, എല്ലാവരും പുനരുദ്ധാനം പ്രാപിക്കാൻ ഒരുങ്ങിയിരിക്കുന്നവരാ.
പെട്ടെന്ന് കണ്ണിമിക്കുന്ന രൂപാന്തരപ്പെടണം. അത് നോക്കിയിരിക്കുന്നവരാ. ഒരു കൃപാവരത്തിനും കുറവില്ല. പ്രവചനം, വെളിപ്പാട്, രോഗശാന്തി, എല്ലാ ഇടപാടും ഉണ്ട്. പക്ഷെ ഒന്നാമത്തെ പ്രശ്നം എന്നറിയാമോ? ഗ്രൂപ്പിസം, ഡിവിഷൻസ്. കണ്ടോ? കേഫാവിന്റെ പക്ഷക്കാരൻ, അപ്പൊല്ലോസിന്റെ പക്ഷക്കാരൻ. കണ്ടോ? കൃപാവരത്തിന് ഒരു കുറവില്ലാത്ത സഭ. ഗ്രൂപ്പിസമാ, ഡിവിഷൻസാ. അപ്പൊല്ലോസിന്റെ ആണോ, കേഫാവിന്റെ ആണോ, പൗലൂസിന്റെ ആണോ? പല ഗ്രൂപ്പുകളായി മാറി. സ്തോത്രം. എല്ലാം ഒരുമിച്ച് പോകാനിരിക്കുന്നതോ? സ്തോത്രം. ഇപ്പൊ സഭകളിൽ തന്നെ ഗ്രൂപ്പിസം. ആ ഗ്രൂപ്പിനകത്ത് പിന്നെ വേറെ ഗ്രൂപ്പ്. അങ്ങനെ ഉണ്ട്. ശരിയല്ലേ? സഭയുടെ ആത്മീയ അന്തരീക്ഷം തല്ലിക്കിടന്ന് എന്തെല്ലാം ഇടപാടുകളുണ്ട്. നിങ്ങൾ ചില ചർച്ച ചെന്ന് കഴിഞ്ഞുണ്ടല്ലോ, ചില കസേരയൊക്കെ ചിലർക്ക് വേണ്ടി മാത്രം ഇട്ടിരിക്കുന്നത്, വേറെ ആരും ഇരിക്കാൻ ഒക്കുകയല്ല. ആ കസേര വേറെ ആരാലും ഇരുന്നിട്ടുണ്ടെങ്കിൽ ഒരു നോട്ടമുണ്ട്. എന്തിനാ ഇരിക്കുന്ന അറിയാമോ? തുള്ളി അന്യഭാഷ പറഞ്ഞ് അങ്ങോട്ട് പോകാൻ. നിൽക്കമ്മലിന്റെ കസേര ഒരു 2 മണിക്കൂർ കൊടുക്കാൻ പറ്റാത്ത ടീമാണ് ഈ തുള്ളാൻ വന്നിരിക്കുന്നേ. സ്തോത്രം. കണ്ടോ? എനിക്ക് ഒരുപാട് കാര്യങ്ങളൊക്കെ മനസ്സിൽ വരുന്നു. പക്ഷെ സീരിയസ് ആയിട്ട് വചനം പഠിക്കുന്ന ആളുകൾ എന്റെ മുമ്പിൽ ഇരിക്കുന്നതുകൊണ്ട് ഞാൻ അങ്ങനെ പോണേ ശരിയില്ല എന്നുള്ളൊരു തിരിച്ചറിവ് എന്റെ മനസ്സുള്ളതുകൊണ്ട് ഞാൻ എന്റെ മനസ്സിൽ പൊങ്ങി വരുന്ന എല്ലാം ഞാൻ രക്തത്തിൽ ആശ്രയിച്ച് ഞാൻ കൺട്രോൾ ചെയ്യുക. സ്തോത്രം. സഭയിൽ ഒന്നാമത്തെ പ്രശ്നം ഡിവിഷൻസ്. ഞാൻ പലപ്പോഴും എന്റെ മനസ്സ് സങ്കടം തോന്നിയിട്ടുണ്ട്. വേർപെട്ട ദൈവമക്കളുടെ ഇടയിലെ ഈ ഗ്രൂപ്പിസം തന്നെ സഹിക്കാൻ പറ്റാത്തത്. ഞാൻ ഒരു ഉദാഹരണം പറയുമ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് പിടി കിട്ടും. ഇവിടെ കഴിഞ്ഞ ദിവസം ഒരു മുസ്ലിം സഹോദരൻ മരിച്ചു. അദ്ദേഹത്തെ അടക്കം ചെയ്തു. ഇവിടെ തൊട്ടടുത്ത മുസ്ലിം പള്ളി, ഒരു സെമിത്തേരി ഉണ്ട്, അവിടെ അടക്കം ചെയ്തത്. അതിൽ ഇവരുടെ മെമ്പർഷിപ്പ് കൊടുത്തത് കുറച്ച് അകലെയുള്ള മുസ്ലിം പള്ളിയിലാണ്. പക്ഷെ അവിടെ സെമിത്തേരി ഉണ്ട്, അങ്ങോട്ട് കൊണ്ടുവരല്ലേ, ഇവിടെ അടക്കി. അപ്പൊ ഞാൻ ഒരാളോട് ചോദിച്ചു അതെന്താ? അപ്പൊ പറഞ്ഞു അവരുടെ പള്ളി എവിടെ ആണെങ്കിലും തൊട്ടടുത്ത സെമിത്തേരി ഉള്ളോട്ട് അടുക്കാം. തൊട്ടടുത്ത സെമിത്തേരി ഉണ്ടെങ്കിൽ അടക്കാം, നോ പ്രോബ്ലം. നമ്മുടെ പെന്തക്കോസ്തിൽ പറ്റുമോ? എന്റെ കാര്യത്തിൽ ഏറെക്കുറെയൊക്കെ തീരുമാനമായിട്ടുണ്ട്, എനിക്കറിയാം. നിങ്ങൾ പറ, നടക്കുവോ? ഭയങ്കര മർമ്മമൊക്കെ വെളിപ്പെടുന്നത്. സ്തോത്രം. ഞാൻ ചോദിക്കുന്നത് വേറെ അല്ല, ഒരേ പ്രസ്ഥാനത്തിന്റെ തന്നെ പല ഡിനോമിനേഷൻ വേണ്ട, അത് പറയുമ്പോൾ പ്രശ്നം ഉണ്ടാകും. ഞാൻ ചോദിക്കുന്ന ഒറ്റ പ്രസ്ഥാനത്തിന്റെ കീഴിലുള്ള സഭകളിൽ നടക്കുമെന്ന് ഞാൻ ചോദിച്ചു. ഈ കാര്യം ഞാൻ എന്റെ മനസ്സിൽ തോന്നുന്ന മാത്രം, ഞാൻ എന്റെ കണ്ണുകൊണ്ട് കണ്ട് പലപ്പോഴും വേദന തോന്നിട്ടാണ് അതാ ഞാൻ പറഞ്ഞത്. തൊട്ടടുത്ത് ശവക്കോട്ടയുണ്ട്, ഒരേ പ്രസ്ഥാനം. പക്ഷെ മിനിമം 9 കിലോമീറ്റർ അപ്പുറത്ത് പോയെങ്കിൽ അടക്കാൻ പറ്റും. കാരണം ഇവരുടെ ശവക്കോട്ട അവിടെ ഉള്ളൂ. എല്ലാം ഒരു സെന്ററും, ഒറ്റ സെന്ററിൽപ്പെട്ട സഭയാ. അതൊന്നും പറ്റി. ഇത് ഞങ്ങളുടെ ശവക്കോട്ട, ഇവിടെ പറ്റിയല്ല. നിങ്ങളുടെ ശവക്കോട്ട 9 അല്ല 19 അപ്പുറത്തിന് അവിടെ കൊണ്ട് അടക്കിക്കും. പിന്നെ കാഹളം കേൾക്കുമ്പോ എല്ലാവരും എഴുന്നേറ്റ് വന്നിട്ട് നമുക്ക് ഒരുമിച്ച് ഇന്ന് രക്തത്താജയും ഗ്ലോറി വിക്ടറി പറയാമാണ്. പിന്നെ നോക്കിയിരുന്നാ മതി. അവർക്കുള്ളതൊന്നും അവർ സ്വന്തമെന്ന് എണ്ണിയില്ല, സകലവും അവർക്ക് പൊതുവായിരുന്നു. അങ്ങനെയൊക്കെ പുസ്തകത്തിൽ എഴുതിയേക്കുന്നത്. ഞാൻ പറഞ്ഞത് IPC കാരന്റെ സെമിട്രിക്കകത്ത് ഷാരോഖാനെ അടക്കണ്ട,
ഷാരോൻഖാന്റെ സെമിട്രി കയറി ചർച്ചോടുകാരനെ അടക്കണ്ട, ചർച്ചോടുകാരന്റെ ശവക്കോട്ട കയറി AG-കാരനെ അടക്കണ്ട, IPC-കാരന്റെ ശവക്കോട്ടയിൽ IPC-കാരനെ അടക്കാമല്ലോ, ചർച്ചോടുകാരന്റെ ശവക്കോട്ട ചർച്ചോടുകാരനെ അടക്കാമല്ലോ. വേറെ ഡിസ്ട്രിക്ട് ആണെങ്കിൽ വേണ്ട, ഒരു സെന്റർ ആണെങ്കിലെങ്കിലും പറ്റിയല്ലേ. ഇതൊക്കെ ഞങ്ങൾ കാശ് മുടക്കി ഞങ്ങൾ സെല്ല് പണിതിട്ടിരിക്കുന്നു. ഓ, എന്നിട്ടാ എല്ലാവരും നേരെ നിന്നിട്ടുള്ള കൈവീശൊക്കെ ഒന്ന് കാണണം. അതുകൊണ്ട് ഇവിടെ ഞാൻ കണ്ണുകൊണ്ട് കണ്ട കാര്യം പറഞ്ഞ്, നമുക്കിവരെ കാണുമ്പോ ഇച്ചീച്ചിയാണല്ലോ, ശരിയല്ലേ? നമുക്ക് ഇച്ചീച്ചിയാ, പക്ഷെ അവര് കാണിച്ച കണ്ടോ? ആ, സ്വോത്രം. എനിക്ക് വേണ്ട, വിട്ടേക്കാം. 1-ാം അധ്യായത്തിലെ പ്രധാന പ്രശ്നം ഡിവിഷൻസ്, വിഭാഗീയത. അത് ദൈവദാസന്മാരുടെ ഇടയിൽ ഉണ്ടാകരുത്, വിശ്വാസികളുടെ ഇടയിൽ ഉണ്ടാകരുത്. ഇറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. എല്ലാവരും ഒരുപോലെ കാണാനും ഒരുപോലെ സ്നേഹിക്കാനും സഹകരിക്കാനും ദൈവമക്കൾക്ക് തമ്മിൽ കഴിയണം. ഗ്രൂപ്പിസ് ഒന്നും ഉണ്ടാക്കരുത്. സ്വോത്രം. പൗലോസ് ഇത് പറഞ്ഞിട്ട് ചോദിച്ച ഒരൊറ്റ ചോദ്യമുണ്ട്, ക്രിസ്തു വിഭാഗിക്കപ്പെട്ടിരിക്കുന്നുവോ? അയ്യോ, അതെന്തോ ചോദ്യമായി പോയി. നിങ്ങൾ ഇങ്ങനെയൊക്കെ പല ഗ്രൂപ്പിസം കാണിക്കാനായിട്ടേ ക്രിസ്തു എന്താ വിഭാഗിക്കപ്പെട്ടിരിക്കുന്നോ? ചെയ്യരുത്, ഒരിക്കലും ചെയ്യരുത്. വിഭാഗീയത, ഡിവിഷൻസ്, ഗ്രൂപ്പിസം, നോ, ദൈവസഭയ്ക്ക് ഭൂഷണമല്ല. ഇല്ലേ? നിങ്ങളിലെ കാശുള്ളവർക്ക് എല്ലായിടത്തും ടോപ്പിൽ ആൾക്കാർക്ക് മാത്രം ഒരു സഭ, പാവങ്ങൾക്കെല്ലാം വേറൊരു സഭ. There is not a church. സകല ഗോത്രത്തിൽ നിന്നും ഭാഷയിൽ നിന്നും വംശങ്ങളിൽ നിന്നും വിലയ്ക്ക് വാങ്ങപ്പെട്ടവരുടെ കൂട്ടത്തിന്റെ പേരാണ് ദൈവസഭ. സ്തോത്രം. അപ്പൊ 1-ാം അധ്യായത്തിലെ പ്രശ്നം എന്താണെന്നറിയാമോ? ഡിവിഷൻസ്, ഗ്രൂപ്പിസം. അങ്ങനെയാണെങ്കിൽ 2-ാം അധ്യായത്തിലോ? 1-ാം അധ്യായം ഒരുപാട് വിവരിക്കണം, ഞാൻ അത് ജസ്റ്റ് പോലെന്ന് പറഞ്ഞു പോയതുള്ളൂ. 2-14 വായിക്കും പിടികിട്ടും 2-ാം അധ്യായത്തിലെ പ്രശ്നം എന്ന് ചോദിച്ചാൽ. എന്നാൽ പ്രാകൃത മനുഷ്യൻ ദൈവാത്മാവിന്റെ ഉപദേശം കൈക്കൊള്ളുന്നില്ല, അത് അവന് ഭോഷത്വം ആകുന്നു. മതി, താങ്ക് യു. പ്രാകൃത മനുഷ്യൻ ദൈവവചനം കൈക്കൊള്ളുന്നില്ല. അപ്പൊ അതിനുണ്ട് ഈ സഭയ്ക്കകത്ത് ആര്? പ്രാകൃതൻ. അല്ല, ആത്മീയൻ മാത്രമല്ല, പ്രാകൃതനും ഉണ്ട്. 2-ാം അധ്യായത്തിലെ പ്രശ്നം വചനം കൈക്കൊള്ളുന്നില്ല. ഒന്നാമത് വചനം കേൾക്കാനില്ല, കേൾക്കാനുണ്ടെങ്കിലേ കൈക്കൊള്ളാനൊക്കെ ഉള്ളൂ, അല്ലേ? അങ്ങനെ കൂടെ ഉണ്ടല്ലോ. ഞാൻ എപ്പോഴും ഓർപ്പിക്കാനുള്ള കാര്യം വീണ്ടും ആവർത്തിക്കട്ടെ, ദൈവമക്കളുടെ കൂടിവരവിൽ ദൈവവചനത്തിന്റെ ഇമ്പോർട്ടൻസ് ഒരിക്കലും കുറയ്ക്കാൻ പാടില്ല. ഞങ്ങൾ സഭ ചിലപ്പോൾ ഒരു പാട്ടൊക്കെ പാടുള്ളൂ. പാട്ട് കുറയ്ക്കുക എന്നുള്ളതല്ല, വചന ശുശ്രൂഷയുടെ സമയം ഒരിക്കലും കട്ട് ചെയ്യല, അത് തന്നെ കാര്യം. സ്തോത്രം. വചനം കൈക്കൊള്ളണം. ആര്? കണ്ടോ? 2-ാം അധ്യായത്തിലെ പ്രശ്നം ഇവർ ഈ ഉപദേശമൊക്കെ പറഞ്ഞൊക്കെ കേൾക്കുന്നുണ്ടല്ലോ, അങ്ങോട്ട് കൈക്കൊള്ളുന്നില്ല. അതൊരു വലിയ പ്രശ്നമാണ്. നമ്മൾ വചനം കേട്ടാൽ മാത്രം പോരാ. നിങ്ങള് തെസ്സലോനിക്കർ 1-ാം ലേഖനം 1-ാം അധ്യായത്തിന്റെ 3-ാമത് വാക്യം ഒന്ന് വായിച്ച്. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള പ്രത്യാശയുടെ സ്ഥിരതയും ഇടവിടാതെ നമ്മുടെ ദൈവവും പിതാവുമായവന്റെ സന്നിധിയിൽ ഓർത്ത് ഞങ്ങൾ നിങ്ങൾക്കെല്ലാവർക്കും വേണ്ടി എപ്പോഴും ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ദൈവത്താൽ സ്നേഹിക്കപ്പെട്ട ഞങ്ങളുടെ സുവിശേഷം വചനമായി മാത്രമല്ല, ശക്തിയോടും പരിശുദ്ധാത്മാവോടും ബഹുനിശ്ചയത്തോടും കൂടെ ആയിരുന്നു നിങ്ങളുടെ അടുക്കൽ വന്നത്.
നിങ്ങളുടെ നിമിത്തം കണ്ടോ, ഞങ്ങൾ ഞങ്ങളുടെ വചനം നിങ്ങളുടെ ഇടയിൽ എങ്ങനെ പെരുമാറിയിരുന്നു എന്ന് അറിയുന്നുവല്ലോ. അടുത്ത വാക്യം കൂടെ, ബഹുകഷ്ടം സഹിക്കേണ്ടി വന്നിട്ടും നിങ്ങൾ പരിശുദ്ധാത്മാവിന്റെ സന്തോഷത്തോടെ വചനം കൈക്കൊണ്ട് ഞങ്ങൾക്കും കർത്താവിനും അധികാരികളായി. മതി. കണ്ടോ, പൗലോസ് ഞങ്ങളുടെ സുവിശേഷം വചനമായി മാത്രമല്ല, ശക്തിയോടും പരിശുദ്ധാത്മാവോടും ബഹുനിശ്ചയത്തോടും കൂടെ ആയിരുന്നു. വചനം നിങ്ങളുടെ അടുക്കൽ വന്ന രീതി പറയാണ്, എങ്ങനെ? ശക്തിയോടും പരിശുദ്ധാത്മാവോടും ബഹുനിശ്ചയത്തോടും കൂടെ. അങ്ങനെ വേണം വചനം ശുശ്രൂഷിക്കാൻ. പരിശുദ്ധാത്മാവോടും ശക്തിയോടും ബഹുനിശ്ചയത്തോടും കൂടെ. നമ്മൾ ദൈവവചനം ശുശ്രൂഷിക്കുമ്പോൾ, ദൈവദാസന്മാർ ഉള്ളതുകൊണ്ട് ഞാൻ സൂചിപ്പിക്കുന്നേ, നമ്മൾ ദൈവവചനം ശുശ്രൂഷിക്കുമ്പോൾ നമ്മൾ ആ ഏത് വിഷയമാണോ കൈകാര്യം ചെയ്യുന്ന ആ വിഷയത്തിൽ ഏറെക്കുറെ വചനങ്ങൾ നമുക്ക് നിശ്ചയം ഉണ്ടായിരിക്കണം. ചിലരല്ലേ കുറിവാക്യം പോലും അറിയത്തില്ല. ഒരിക്കൽ കൂടെ വായിച്ചാട്ടെ. നാം അവിടെ വായിക്കുമ്പോൾ, അവിടെ നോക്കുമ്പോൾ, അവിടെ കാണുവാൻ തക്കവണ്ണം, അത് ദൈവമക്കളെ, അത് വീണ്ടും നാം നോക്കുന്ന അവസരത്തിൽ അവിടെ കാണുവാൻ തക്കവണ്ണം, അതായത് നാം ഇപ്രകാരം കാണുന്നു. എന്തോന്നു എല്ലാ വാക്യവും നിശ്ചയില്ലെങ്കിലും കുറിവാക്യെങ്കിലും കാണാതെ അറിയണ്ടേ? ഞാൻ പൗലോസ് പറഞ്ഞു, നിങ്ങൾ എന്നോട് വഴക്കുണ്ടാക്കരുത്. ഞങ്ങളുടെ സുവിശേഷം വചനമായി മാത്രമല്ല, പരിശുദ്ധ ആവശ്യത്തോടും ബഹുനിശ്ചയത്തോടും കൂടെ. നിശ്ചയത്തോടും നല്ല, ബഹുനിശ്ചയം. സ്തോത്രം. നമ്മൾ അതിന് മെനക്കെടുകയല്ല കേട്ടോ. ഏതാണ്ടെല്ലാം കാണിച്ചേച്ച് വാക്ക് എടുത്തിട്ട് അത് നമ്മൾ അവിടെ പൗലോസ് അവിടെ പറയുവാൻ തക്കണം വേണ്ടി ആഴ്ത്തുന്നു. പ്രിയമുള്ളവരെ, അവിടെ നാം നോക്കുന്ന അവസരത്തിൽ അവിടെ കാണുവാൻ നോക്കിയാൽ പിന്നെ കാണുകയല്ല, പിന്നെ എന്നെ ചെയ്യാൻ നോക്കൂ. എന്തോ ഈ കാണിക്കുന്നേ? നിങ്ങൾ ശ്രദ്ധിച്ചേ, ദൈവത്തിന് പകരം, ക്രിസ്തുവിന് പകരം സ്ഥാനാപതിയായി നിന്നുകൊണ്ട് ദൈവത്തിന്റെ അരുളപ്പാട് ജനത്തോട് സംസാരിക്കുന്നുണ്ട്. പറയാണ്, അതെ, അവിടെ നോക്കുമ്പോൾ, അതായത് ദൈവമക്കളെ, അവിടെ ഞാൻ ചിന്തിക്കുന്ന അവസരങ്ങളിൽ, അതായത് അവിടെ നാം ഇപ്രകാരം കാണുന്നു എന്ന് ഇത്ര എല്ലാം പല സമയത്തും തപ്പുക. അതിനെ ഇപ്രകാരം അങ്ങനെ തന്നെ. പ്രിയമുള്ളവര്, നോ, ബഹുനിശ്ചയത്തോടെ വേണം ദൈവവചനം സംസാരിക്കാൻ. വാക്യങ്ങളൊക്കെ കാണാതെ നല്ല നിശ്ചയം ഉണ്ടായിരിക്കണം. ഞാൻ ഈ പറഞ്ഞ വാക്യങ്ങളിൽ എനിക്ക് നല്ല ബോധ്യമുണ്ട്. നിങ്ങളെന്ന് ആ വാക്യത്തിന്റെ അകത്തെ കൊണ്ടുവരാൻ വേണ്ടി ഞാൻ അത് വായിച്ച് കേൾപ്പിക്കുന്നത്. ഇല്ല, ഞാനങ്ങ് പറഞ്ഞു വിട്ടാൽ മതിയായിരുന്നു. സ്തോത്രം. ക്ലാസ് ആകുമ്പോൾ തെളിവ് നിരത്തെ മുന്നോട്ട് പോകാൻ പറ്റൂ. അതുകൊണ്ടല്ല ഞാനങ്ങ് പ്രസംഗമാണ് ഞാൻ പറഞ്ഞു വിട്ടത്. ക്ലാസ് ആയതുകൊണ്ട് വായിപ്പിക്കാതെ ഒക്കത്തില്ല. അതുകൊണ്ടാണ്. കണ്ടോ? അപ്പോൾ ഞങ്ങളുടെ സുവിശേഷം വചനമായി മാത്രമല്ല, പരിശുദ്ധാത്മാവോടും ശക്തിയോടും ബഹുനിശ്ചയത്തോടും കൂടി അത്രേ നിങ്ങളുടെ അടുക്കൽ വന്നത്. മാത്രമല്ല, അടുത്ത വാക്ക് പറയാം, ബഹുകഷ്ടം സഹിക്കേണ്ടി വന്നിട്ടും നിങ്ങൾ പരിശുദ്ധാത്മാവിന്റെ സന്തോഷത്തോടെ വചനം കൈക്കൊണ്ടു. തെസ്സലോനിക്ക ലേഖനം, കൊരിന്ത് ലേഖനം ഒറ്റ വിഷയത്തിലേക്കാണ് ഫോക്കസ് ചെയ്യുന്നത്. കാഹളം കേൾക്കുമ്പോഴുള്ള പോക്ക്, ആ കാര്യം തന്നെ ഞാൻ ഈ പറഞ്ഞു. ക്ലാസിന്റെ കുറിവാക്ക് 1 തെസ്സലോനിക്കർ 4:16 4-ാമതിലേക്ക് വരുന്നതിന് മുമ്പ് 1-ാം അധ്യായത്തിൽ പറഞ്ഞ കാര്യമാണ് ഇപ്പം വായിച്ച് കേൾപ്പിച്ചത്. പൗലോസ് പറയാം, ഞങ്ങളുടെ സുവിശേഷം ചുമ്മാ വചനമായിട്ട് മാത്രമല്ല, പരിശുദ്ധാത്മാവോടും ശക്തിയോടും ബഹുനിശ്ചയത്തോടും കൂടി ആയിരുന്നുവല്ലോ നിങ്ങളുടെ അടുക്കൽ വന്നത്. എന്നിട്ടാ പറഞ്ഞത്, ബഹുകഷ്ടം സഹിക്കേണ്ടി വന്നിട്ടും നിങ്ങൾ പരിശുദ്ധാത്മാവിന്റെ ശക്തിയോടെ, പരിശുദ്ധാത്മാവിന്റെ സന്തോഷത്തോടെ വചനം കൈക്കൊണ്ടു. നിങ്ങൾ തെസ്സലോനിക്കർ 2:13 വാക്യം വായിച്ച്. 2:13 തെസ്സലോനിക്കർ ലേഖനം തന്നെ 2:13. ഞങ്ങൾ പ്രസംഗിച്ച ദൈവവചനം നിങ്ങൾ കേട്ടു. മനുഷ്യന്റെ വചനമായിട്ടല്ല, സാക്ഷാലാകുന്നത് പോലെ
ദൈവവചനമായിട്ട് തന്നെ കൈക്കൊണ്ടതിനാൽ ഞങ്ങൾ ദൈവത്തെ രണ്ട് ഇടവിടാതെ വചനം സ്തുതിക്കുന്നു. കൈക്കൊണ്ടു. അടുത്തത്. ദൈവവചനമായിട്ട് തന്നെ കൈക്കൊണ്ടതിനാൽ ഞങ്ങൾ ദൈവത്തെ ഇടവിടാതെ സ്തുതിക്കുന്നു. അടുത്ത വാക്ക്. വിശ്വസിക്കുന്ന നിങ്ങളിൽ അത് വ്യാപരിച്ചു കൊണ്ടിരിക്കുന്നു. 3, ആ കേട്ട വചനം അവർ വിശ്വസിച്ചു. 4, ആ വചനം അവർ വ്യാപരിച്ചു. 4 കാര്യം ആ വാക്യത്തിന് കാണാം. 1, വചനം കേട്ടു. 2, വചനം കൈക്കൊണ്ടു. 3, ആ വചനം വിശ്വസിച്ചു. 4, വിശ്വസിച്ചപ്പോൾ ആ വചനം അവരിൽ വ്യാപരിച്ചു. കണ്ടോ? 4 കാര്യം 2:13. അവന് ഏതായാലും നമ്മൾ വചനം പഠിക്കില്ല, അങ്ങനെ തന്നെ അങ്ങ് പോകട്ടെ. പരിശുദ്ധാത്മാവിന്റെ സന്തോഷത്തോടെ വചനം കൈക്കൊണ്ടെന്ന് പറഞ്ഞ് 2:13 വന്നപ്പോൾ 1, അവർ ആ വചനം കേട്ടു. 2, വചനം കൈക്കൊണ്ടു. 3, ആ വചനത്തിൽ അവർ വിശ്വസിച്ചു. 4, ആ വിശ്വസിച്ച വചനം അവരിൽ വ്യാപരിച്ചു. കണ്ടോ? നിങ്ങൾ പ്രസംഗിക്കോ അല്ലെങ്കിൽ ഏതെങ്കിലും ടോപ്പിക്ക് തയ്യാറാക്കോ, ക്ലാസ് എടുക്കുക, ചെബി കാര്യം കൃത്യമായിട്ട് അങ്ങ് പറയണം. വചനം കേട്ടു, വചനം വിശ്വസിച്ചു, വചനം കൈക്കൊണ്ടു, വചനം വ്യാപരിച്ചു. ഞാൻ പിന്നീട് എപ്പോഴെങ്കിലും ആ ഭാഗത്തേക്ക് വരാം. ഞാൻ ഇപ്പൊ മടങ്ങി വരും. കൊരിന്ത്യർ ലേഖനം 2:14 നമ്മൾ കണ്ടത് പ്രാകൃത മനുഷ്യൻ ദൈവാത്മാവിന്റെ ആലോചന കൈക്കൊള്ളുന്നില്ല. ഒന്നാമത്തെ ഡിവിഷൻസാ, ഗ്രൂപ്പിസമാണ്. രണ്ടാമത്തെ കാര്യം, എത്ര പ്രസംഗിച്ചാലും വചനം അങ്ങോട്ട് കേൾക്കുകയല്ല, വചനം കൈക്കൊള്ളുന്നില്ല. ഇങ്ങനെ ഒരു ഇരിപ്പിരുന്നാൽ ഏതൊക്കെ പോയിന്റാണ്, എങ്ങനെയൊക്കെയാണ് പുള്ളി പറയുന്നത് കണ്ടോ? ഡൽഹിയിലുള്ള കർത്താദാസം പാസ്റ്റർ കെ ജോയ് അവർ, എന്റെ അധ്യാപകൻ കൂടെ അദ്ദേഹം പ്രസംഗിക്കുമ്പോൾ ചിലപ്പോൾ പറഞ്ഞൊരു കാര്യമുണ്ട്. പാസ്റ്റർ കെ ജോയ് അവർ, എനിക്ക് തോന്നുന്നു മാത്യുസങ്ങളിലൊക്കെ പെട്ടെന്നറിയാം. അദ്ദേഹം പ്രസംഗിക്കുമ്പോൾ, പണ്ട്, ഇപ്പോഴത്തെ സ്ഥിതി എനിക്കിതില്ല, പണ്ട് അദ്ദേഹം പറഞ്ഞൊരു കാര്യം ഞാൻ പലപ്പോഴും ഓർക്കാറുണ്ട്. അദ്ദേഹം പറഞ്ഞത് നമ്മുടെ ആത്മീയ നമുക്കുണ്ടാകുന്ന മാറ്റത്തെ കുറിച്ച് അദ്ദേഹം പറഞ്ഞതാ. ഇപ്പൊ ഒരു അധ്യാപകനായി ജോലി ചെയ്യുന്നയാള്, അധ്യാപകനാകുമ്പോൾ പിള്ളേരെ പഠിപ്പിക്കും, അല്ലേ? പഠിപ്പിച്ച് പുള്ളിക്ക് പ്രൊമോഷൻ, പുള്ളി ഹെഡ് മാസ്റ്റർ ആയി കഴിഞ്ഞാൽ പിന്നെ പഠിപ്പിക്കണ്ട, നോക്കുന്നുണ്ടോ നോക്കിയാൽ മതി. പുള്ളിക്ക് പിന്നെ പഠിപ്പിക്കണ്ട. ഒരു നേഴ്സ് ആണെങ്കിൽ ഇഞ്ചക്ഷൻ എടുക്കണം, മരുന്നൊക്കെ കൊടുക്കണം. എന്നാൽ കുറെ നാൾ ജോലി ചെയ്ത് കഴിഞ്ഞാൽ പുള്ളിക്ക് ആ സാധാ നേഴ്സിന് ഹെഡ് നേഴ്സ് ആയിട്ട് പുള്ളിക്ക് പ്രൊമോഷൻ കിട്ടിയാൽ പിന്നെ കുത്തിവെക്ക് നോക്കുന്നുണ്ടോ നോക്കിയാൽ മതി. ശരിയല്ലേ? ഒരു പോലീസുകാരൻ, അദ്ദേഹത്തിന്റെ വേർഷനാണ്, എന്റെ അല്ലേ, ഒരു പോലീസുകാരനാണെങ്കിൽ പ്രതികളെ കിട്ടിയ ഇടിക്കും. എസ് ഐ ആയി കഴിഞ്ഞാൽ പിന്നെ പുള്ളി ഇടിക്ക് നോക്കുന്നുണ്ടോ നോക്കിയാൽ മതി. ആ 3 ഉദാഹരണം മതി. ഇനി നമ്മളിലേക്ക് വരാം. നമ്മള് വിശ്വാസത്തിലേക്ക് വന്ന സമയത്തൊക്കെ ഭയങ്കര തീഷ്ണതയാ, സ്വോത്ര, ഹല്ലേലൂയ, ഗ്ലോറി, വിക്ടറി, ഭയങ്കര ഇടപാടുമായി. കുറെ അങ്ങോട്ട് പോയി കഴിഞ്ഞപ്പോൾ നമ്മൾ സ്വോത്രം പറയല്ല, മറ്റുള്ളവർ പറയുന്ന ഒക്കുന്നുണ്ടെന്നാണ് നമ്മുടെ നോട്ടം. അത് പറയാനായിട്ടല്ല, ഞാൻ കെ ജോയ് പാസ്റ്റർ കാര്യം പറയാനല്ല. നമ്മൾ ഏകദേശം ഇതുപോലൊക്കെ തന്നെയാണ്. നമുക്ക് സീനിയോറിറ്റി വന്നു കഴിഞ്ഞപ്പോ പിന്നെ നമ്മൾ സ്വോത്രം പറയല്ല, സ്തോത്രം പറഞ്ഞു നോക്കുന്നുണ്ട്. അതുകൊണ്ടല്ലേ നമ്മുടെ ചർച്ചിൽ ആരെങ്കിലും സഭാതണിക്കാരെങ്കിലും പുറകുന്നാലും ഉറക്കൊരു ഹല്ലേലൂയ പറയണം, നമ്മളിങ്ങനെ നോട്ടുണ്ട് അതാരടാന്നുള്ള അർത്ഥത്തിൽ. ഇവിടെ എന്തിനാണ് അത്രയും ഉറക്കെ ഹല്ലേലൂയ പറഞ്ഞത്? നമ്മൾ നോക്കുന്നത് ആരാന്ന്. നമ്മളോ പറയുന്നില്ല, പറയുന്നതിനെ കൊണ്ട് പറയിപ്പിക്കാൻ നമ്മൾ സമ്മതിക്കുകയില്ല. സ്തോത്രം പോട്ടെ. 2-ാം അധ്യായത്തിലെ പ്രശ്നം ഇതാണ്, വചനം കൈക്കൊള്ളുന്നില്ല. പ്രസംഗം കുറവായിട്ടല്ല, അങ്ങോട്ട് ഏറ്റെടുക്കുകയല്ല. ഇതൊന്നും നമുക്കുള്ളതല്ല, ഇതൊന്നും എന്നോടല്ല, ഇതൊന്നും എന്റെ ദൂതല്ല. പണ്ടൊരാള് പ്രസംഗം എടുത്തപ്പോ കേട്ടോണ്ടൊരു പയ്യൻ ഇങ്ങനെ ചാഞ്ഞു കൊടുത്തു. അന്നേരം പറഞ്ഞ് ഇതിലേ പോക്കട്ടെ, പുറകെ ഇരിക്കുന്ന ആളിനുള്ളതാണ്. പുള്ള നെഞ്ചത്തടിക്കാതിരിക്കാൻ എന്റെ പുള്ളി ഞാൻ ചാഞ്ഞു കൊടുത്തു. അപ്പൊ ഇതുവഴി അങ്ങ് പോയി. പുറകെ ഇരിക്കുന്ന ആളുള്ള ദൂത് അത് എനിക്കുള്ളതല്ലെന്ന്. നമ്മളും അങ്ങനെയൊക്കെയാണല്ലോ. അങ്ങനല്ലോ പ്രിയരേ, ഞാൻ 100% പറയാം, നിങ്ങളോട് ഈ വചനം പങ്കിട്ട് വരുമ്പോൾ തന്നെ ഒരു വള്ളി പുള്ളി വിടാതെ ഈ വചനം എനിക്ക് 100% ബാധകമാണ്. നിങ്ങൾക്ക് മാത്രമല്ല, 100-200% എനിക്കൂടെ ബാധകമായ വചനമാണ് ഞാൻ ഈ പങ്കുവെക്കുന്നത്. അല്ലാതെ എന്റെ ഭാഗമല്ല, 100-200% ക്ലിയർ ആയിട്ടൊന്നും അല്ല. എനിക്കിത് അഡ്മിറ്റ് ചെയ്യുന്നതിനകത്ത് മടിയുമില്ല. പോട്ടെ, ഞാൻ മുന്നോട്ട് നീങ്ങുന്നു.
നോക്ക്, കൊരിന്ത് സഭയിലെ പ്രശ്നം ഇതാണ്, വചനം കൈക്കൊള്ളുന്നില്ല. രണ്ടാമത്തെ ഒന്ന് ഡിവിഷൻസും ഗ്രൂപ്പിസും. ആരാണ് സ്നാനപ്പെടുത്തിയത്? ഒന്നാം അധ്യായത്തിൽ പൗലോസ് പറയാ, നിങ്ങൾ ഈ വഴക്കുണ്ടാക്കാതിരിക്കാൻ ഞാൻ ആ പടം 1-2 പേരല്ലേ സ്നാനപ്പെടുത്തിയുള്ളൂ, വേറെ ആരെയെങ്കിലും ഞാൻ സ്നാനപ്പെടുത്തിയോ? ഞാൻ സെൻട്രൽ ആണെന്ന് പറഞ്ഞു വന്നോ? നമ്മുടെ ഇടയിൽ അങ്ങനെ ഒരു ഗുണമുണ്ട്. ലോക്കൽ സഭയിൽ ഉപദേശി വീട് വിടാന്തരം കയറി ഇറങ്ങി പ്രാർത്ഥിച്ചും സുവിശേഷം പറഞ്ഞും കഷ്ടപ്പെട്ടും ഒക്കെ എങ്ങനെയെങ്കിലും ഒരു 2 കുടുംബത്തെ നേടിയെന്നിരിക്കട്ടെ. കഴിഞ്ഞ് പിന്നെ അവരാ വീട്ടിലെ അങ്കിളും മക്കളും ഒക്കെ പറഞ്ഞു ഞങ്ങൾക്ക് സ്നാനപ്പെടണം. അതിനെന്താ? പിന്നെ അതിനുവേണ്ടി പ്രാർത്ഥനയൊക്കെ നടത്തി ഉപവാസമൊക്കെ വെച്ച് വചനമൊക്കെ പറഞ്ഞു കൊടുത്തൊക്കെ റെഡി ആയി കഴിഞ്ഞ് പിന്നെ സ്നാനപ്പെടുത്താൻ നേരത്തെ ആണ്ട്രാ വരുന്നത് സെൻട്രിൽ നിന്നാണ്. ഇത്രയും ദിവസം വെയിലും കൊണ്ട് കയറി വരുന്ന ഉപദേശിയാണ്ട് ഒരു പുസ്തകം പിടിച്ചുകൊണ്ട് സ്നാനക്കുളത്തിന് സൈഡിൽ നിൽക്കുക. പിന്നെ പുള്ളിയുടെ കയ്യില് ആകെ കൂടെ ഉള്ളതൊരു ബെഡ്ഷീറ്റ് കാണും സ്നാനപ്പെടുന്ന ആളെ പുതപ്പിക്കാൻ. അതാണ് ലോക്കൽ സഭയിലെ ഉപദേശിയുടെ ഗുണം. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയെന്ന് എനിക്കറിയാം. ചാകുന്നത് വരെ ലോക്കൽ സഭയിലെ പാസൊക്കെ ഒരാളെ സ്നാനപ്പെടുത്താനായിട്ടോ ഒരു കല്യാണം നടത്താനായിട്ടോ ശവസംസ്കാരം നടത്താനായിട്ടോ പുള്ളിക്കാരന്റെ ജോലി വീട് വിടാൻ കയറിക്കോണം, പ്രാർത്ഥിച്ചോണം, ഉപവാസ പ്രാർത്ഥന നടത്തിക്കോണം. ഇതെല്ലാം കഷ്ടപ്പാട് മുഴുവൻ അവിടെ. പോട്ടെ മതി, മിക്കവാറും ഇങ്ങനെ നിങ്ങൾ അടുത്ത ക്ലാസ്സിൽ കാണുകയെന്നറിയും. ഒന്നാമതെ നാളെയായിരുന്നു ക്ലാസ്, അത് തെറ്റി ഞാൻ ബുധനാഴ്ച കൊണ്ട് വെച്ചതാ. പിന്നെ എൻ്റെ ഈ വർത്താനം കൂടെ മിക്കവാറും ഞാനും ഈ എൻ്റെ കയ്യിലുള്ള ഈ യന്ത്രം മാത്രമേ കാണുള്ളൂ. ഞാനോട് മടങ്ങി വരുന്നു. 3-ാമത്തെ അധ്യായത്തിലേക്ക് പറയാം. 2-ാം അധ്യായത്തിലെ പ്രധാന പ്രശ്നം വചനം കൈക്കൊള്ളുന്നില്ല. വചനം കൈക്കൊള്ളേണ്ടത് എങ്ങനെയാണ്, കൈക്കൊണ്ടാലുണ്ടാകുന്ന ഗുണം എന്താണ്, ഇതെല്ലാം കൃത്യമായിട്ട് ഞാൻ പറഞ്ഞു. ഞാൻ ഒരുപാട് കാര്യങ്ങൾ പറയണം, ഞാൻ പോയിന്റ് ആയിട്ട് പോകും. കാരണം നമ്മുടെ വിഷയം ആ പഠനം അല്ലല്ലോ, എടുക്കപ്പെടുന്നവരുടെ യോഗ്യതയല്ലേ. അപ്പൊ ഈ മർമ്മം പറയുമ്പോൾ അത് ഏത് കാറ്റഗറിയോടാണ് ഈ പറഞ്ഞതൊന്ന് ഒരു അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടാകാൻ വേണ്ടി മാത്രം ഞാനിപ്പോ പോകുന്നത്. അല്ലെങ്കിൽ ഈ ഓരോ അധ്യായവും നല്ല ഭംഗിയാവണ്ണം വിശദമായി പഠിച്ചു പോയാൽ മതിയായിരുന്നു. നമ്മുടെ പഠന വിഷയം ഗുരുതലേഖനം അല്ലാത്തതുകൊണ്ട് ഞാൻ വിട്ടുകളയുന്നു. ഓരോ അധ്യായത്തോട് ഞാൻ ജസ്റ്റ് ഒന്ന് പോവുക. 2-ാം അധ്യായത്തിലെ പ്രശ്നം വചനം കൈക്കൊള്ളുന്നില്ല. ഞാനൊരു കാര്യം പറയാം. ദൈവജനം ശുശ്രൂഷിക്കുമ്പോൾ ഒരു കൊച്ചു കുഞ്ഞൊരു കാര്യം പറഞ്ഞാലും അതിനകത്ത് നമുക്കുള്ള ദൂത് കാണും. പിള്ളേരെ പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടിയല്ല ഞാൻ അങ്ങനെ പറയരുത്. ഇപ്പം പ്രായമുള്ളവരല്ലല്ലോ പ്രസംഗിക്കുന്ന, മുഴുവൻ കുഞ്ഞുങ്ങളല്ലേ, പിള്ളേരല്ലേ. വാക്യമുണ്ട്, ശിശുക്കളുടെ മുല കുടിക്കുന്നവരുടെയും വായി അങ്ങനെ ദൂതും കൂടെ ഉള്ള കാരണം ഉണ്ടല്ലോ. ഇപ്പൊ പിള്ളേർ സെറ്റാണ് സ്റ്റേജ് മുഴുവൻ കൈയടക്കിയിരിക്കുന്നത്. ഏറ്റവും പ്രായം കുറഞ്ഞവൻ ആരാണോ അവിടെയാണ് ഇപ്പൊ ആള് കൂടുതൽ. ഞാൻ കഴിഞ്ഞ ദിവസം ഒരു കക്ഷി റോമാലേഖനം പ്രസംഗിക്കുന്ന കേട്ട് സത്യം പറഞ്ഞ നെഞ്ചത്ത് കൈ വെച്ച് പോയി. ഞാൻ തന്നെത്താൻ നെഞ്ചത്തങ്ങ് ഇടിച്ചു പോയി. കാരണം എടാ ഈ എഴുതിയിരിക്കുന്നത് എന്താ, ഇപ്പൊ നീ പറഞ്ഞു പിടിപ്പിക്കുന്നത് എന്താ? നല്ല കഴിവും ശൈലിയുള്ള ഒരു കുഞ്ഞാ, പക്ഷെ അവനെ ഒന്ന് ട്രെയിൻ ചെയ്ത് ഒന്ന് പ്രാപ്തനാക്കി പറ്റിയിരുന്നില്ല എത്ര നന്നായിരുന്നെന്ന് ഞാൻ പലപ്പോഴും ഓർക്കാറുണ്ട്. ഞാൻ നമ്മുടെ ക്ലാസ്സിന്റെ ആദ്യ നാളിൽ പറഞ്ഞത് ഓർക്കുന്നുണ്ടോ? ഒരാൾ ഒരു റാബായി ആയിട്ട് വരാൻ എടുക്കുന്ന ടൈം എത്ര വലുതാണെന്ന്. സ്വോത്രം. 6 വയസ്സാകുമ്പോഴേക്കും ലേവ്യ പുസ്തകം മുഴുവൻ കാണാതെ പഠിക്കുന്നു. മറക്കല്ലേ, 6-ാമത്തെ വയസ്സിൽ ലേവ്യ പുസ്തകം മുഴുവൻ ബൈ ഹാർട്ടാക്കും. നമ്മുടെ കുഞ്ഞുങ്ങൾ 6-ാമത്തെ വയസ്സിൽ അക്ഷരം പോലും പഠിക്കുന്നില്ല. ആ സ്ഥാനത്താണ് ഒരു യഹൂദൻ അവന്റെ കുഞ്ഞിനെ ട്രെയിൻ ചെയ്ത് ശ്രദ്ധിക്കണം. 6 വയസ്സാവുമ്പോൾ ലേവ്യ പുസ്തകത്തിൽ 5-6 വാക്യം പറഞ്ഞു കേൾപ്പിക്കുകയല്ല. ഞാൻ എക്സാഗ്രേറ്റ് ചെയ്യല്ല, നിങ്ങൾ അന്വേഷിച്ച് നോക്കിയോ, പഠിച്ചു നോക്കിയോ. സ്തോത്രം. 12-ാമത്തെ വയസ്സാകുമ്പോൾ ന്യായശാസ്ത്രിമാരോടും പരീശന്മാരോടും അങ്ങോട്ട് ചോദ്യം ചോദിക്കണം. അവർ ഇങ്ങോട്ട് ചോദിക്കുകയല്ല, അങ്ങോട്ട് ചോദിക്കും. മഹാപുരോഹിതന്മാരോടും ന്യായശാസ്ത്രിമാരോടും പരീശന്മാരോടും ചോദ്യം അങ്ങോട്ട് ചോദിക്കുക, ഇങ്ങോട്ടല്ല. എത്രാമത്തെ വയസ്സിലാ? 12-ാമത്തെ വയസ്സിൽ. നമ്മുടെ പിള്ളേർ 12-ാമത്തെ വയസ്സ് സൺഡേ സ്കൂളിൽ വരികയല്ലോ, പിന്നെ അല്ല ചോദ്യം ചോദിക്കുന്നത്. സഭായത്തിന്റെ കാര്യം വിട്ടേര്, അത് പിന്നെ ഒട്ടും പ്രതീക്ഷിക്കണ്ട. ഇപ്പൊ സൺഡേ സ്കൂളിൽ വരുവോ 12-ാമത്തെ വയസ്സിൽ കൃത്യമായിട്ട്? സ്തോത്രം. 30
വർഷത്തെ പഠനമാണ് ഒരാൾ റാബായി ആയിട്ട് പുറത്തു വരാനുള്ള യോഗ്യത. 30 വർഷത്തെ പഠനം. സ്വോത്രം. നമ്മുടെ ഇടയിൽ പിന്നെ അതിന്റെ ദശാംശം മതി. 30.3 വർഷം പഠിച്ചാൽ അയ്യോ, പിന്നെ കയ്യിലുള്ളത് BTH ആയിട്ടും BD ആയിട്ടും പിന്നെ DMin, അത് എന്നാന്ന് എനിക്ക് ഇന്നുവരെ പിടിയില്ല. DMin എന്ന പരിപാടികളൊക്കെയാണ്. നിങ്ങൾ വിചാരിക്കും ഇതൊന്നും ഈ പുള്ളിക്ക് ഇല്ലാത്തതുകൊണ്ട് ഈ കലിപ്പൊന്നല്ല. അതൊക്കെ ഉള്ളവരെല്ലാം ഞാൻ അപ്രീഷിയേറ്റ് ചെയ്തു. ആരെയും അവഗണിക്കാൻ ഞാൻ ആളല്ല. പഠനത്തിന് വേണ്ടി സമയം വേർതിരിക്കുന്ന ടൈം ഞാൻ പറഞ്ഞതേ ഉള്ളൂ. അങ്ങനെയുള്ള ഒരു റാബായിയാണ് ന്യായപ്രമാണത്തിന്റെ പൊരുൾ തിരിച്ചു കൊടുക്കുന്നത്. നടക്കുവോ? നടക്കണം. 30 വർഷമൊന്നും പഠിച്ചില്ലെങ്കിലും ഒരു യോഗത്തിന് പോകുന്നതിന് മുമ്പ് ഒരു 30 മിനിറ്റ് എങ്കിലും പുസ്തകമാട്ടം ഇരിക്കണ്ടേ? 30 വർഷത്തിന്റെ കണക്കേ പോട്ടെ. ദയവേദി 1500 പ്രസംഗക്കുറിപ്പൊന്ന് പറഞ്ഞ പുസ്തകം എടുത്ത് ദൂരെ കളയണം. അത് വെച്ചോണ്ട് പ്രസംഗം ഉണ്ടാക്കിക്കൊണ്ട് പോകരുത്. അതൊന്നും വേണ്ട. Sit with the living word of God. ജീവനുള്ള ദൈവവചനമായിട്ടൊന്ന് ഇരുന്നേ. ഞാൻ ആ പുസ്തകം ഇപ്പൊ തന്നെ ദൂരക്കളെന്ന് പറഞ്ഞ് കത്തിച്ച് നിങ്ങൾ വീട്ടിൽ അലമ്പുണ്ടാക്കാൻ വേണ്ടി പറഞ്ഞതല്ല. അതിനെ ഡിപ്പെൻഡ് ചെയ്യാതെ യു ഹാവ് ടു ഗോ ത്രൂ ദ വേർഡ് ഓഫ് ഗോഡ്. ദൈവവചനം ഒന്ന് വായിച്ചേ. സ്തോത്രം. നമുക്ക് വായനയില്ലാത്തതിന്റെ ഒരുപാട് അപകടം നമുക്ക് ഉണ്ടാകുന്നുണ്ട്. ഒരുപാട് അപകടം. അങ്ങനൊന്നും ആകരുത്. മനസ്സിലാകുന്നുണ്ടോ? വചനമായിട്ട് നല്ല ബന്ധം ഉണ്ടാകണം. ഞാൻ തെളിവ് പറഞ്ഞ മനസ്സിലാവും, പെട്ടെന്ന് പിടിക്കും. നമുക്കറിയാം ദൈവം മോശെ ഇസ്രായേൽ ജനത്തെ വിളിച്ചുകൊണ്ട് വരാൻ വേണ്ടി പറഞ്ഞു വിടുന്ന രംഗം നിങ്ങൾക്ക് അറിയാമല്ലോ, അല്ലേ? നിങ്ങൾ ആ ഭാഗം വായിച്ചിട്ടില്ലേ? മോശയെ ദൈവം വിളിച്ച് മോശ പറഞ്ഞു എന്നെ കൊണ്ട് പറ്റിയുണ്ടൊക്കെ പറഞ്ഞു. പക്ഷെ അതൊന്നുമല്ല, നീ പൊക്കൂ, ഞാൻ നിന്നോട് കൂടെ ഇരിക്കും. ട്രെയിനിങ് കഴിഞ്ഞു പോയി. പറവൻ മുമ്പിൽ ചെന്നിച്ച് പറഞ്ഞു ജനത്തെ വിട്ടയക്കണം, പറ്റിയെന്ന് പറഞ്ഞു. അവിടെ മോശ എന്ത് ചെയ്തു? തന്റെ കയ്യിലോ വടി എന്ത് ചെയ്തു? നിങ്ങൾ പാവം വായിച്ചിട്ടില്ല? വടി നിലത്തിട്ടു. എന്തായി മാറി? പാമ്പായിട്ട് മാറി, അല്ലേ? ഉടനെ അവിടുത്തെ മന്ത്രവാദികളും വടി താഴെയിട്ടു, അതും പാമ്പായിട്ട് മാറി. പിന്നെ സംഭവിച്ചതെന്ന് വെച്ചാൽ മോശയുടെ വടി സർപ്പമായി തീർന്ന് എന്ത് ചെയ്തു? മന്ത്രവാദി വടികളെ വിഴുങ്ങിക്കളഞ്ഞു, അല്ലേ? യെസ്. നിങ്ങൾക്ക് ഏത് പുസ്തകത്തിൽ നിന്ന് ഈ സംഭവം കിട്ടിയേ? വേദപുസ്തകത്തിൽ നിന്ന്. എന്റെ പുസ്തകത്തിൽ ഇങ്ങനെ ഒരു സംഭവം ഇല്ല, അതുകൊണ്ടായി ചോദിച്ചേ. മോശയുടെ വടി സർപ്പമായി തീർന്നിട്ടും മറ്റേ വടിയെ വിഴുങ്ങുന്ന എവിടെ എഴുതിയേക്കുന്നത്? പുസ്തകം എടുത്തോ. പുറപ്പാട് പുസ്തകം 8-ാം അധ്യായം, 7-ാം അധ്യായം 8 വാക്യം വായിച്ച്. പുറപ്പാട് 7-ാം അധ്യായത്തിന്റെ 8 മുതൽ. വായിച്ചോളൂ. യഹോവ മോശയോടും അഹരോനോടും ഫറവോൻ നിങ്ങളോട് ഒരു അത്ഭുതം കാണിപ്പീൻ എന്ന് പറഞ്ഞാൽ നീ അഹരോനോട് നിന്റെ വടിയെടുത്ത് ഫറവോന്റെ മുമ്പാകെ നിലത്തിടുക എന്ന് പറയണം, അതൊരു സർപ്പമായി തീരുമെന്ന് കൽപ്പിച്ചു. അങ്ങനെ മോശയും അഹരോനും ഫറവോന്റെ അടുക്കൽ ചെന്നു. യഹോവ തങ്ങളോട് കൽപ്പിച്ചതുപോലെ ചെയ്തു. അഹരോൻ തന്റെ ഫറവോന്റെയും അവന്റെ ഭൃത്യന്മാരുടെയും മുമ്പാകെ നിലത്തിട്ടു. അത് സർപ്പമായി അഹരോൻ തന്റെ വടി ഫറവോന്റെയും അവന്റെ ഭൃത്യന്മാരുടെയും മുമ്പാകെ നിലത്തിട്ടു. അത് സർപ്പമായി തീർന്നു. അപ്പോൾ ഫറവോൻ വിദ്വാൻമാരെയും ശുദ്രക്കാരെയും വിളിപ്പിച്ചു. മിസ്രൈമെ മന്ത്രവാദികളായ ഇവരും തങ്ങളുടെ മന്ത്രവാദത്താൽ അതുപോലെ ചെയ്തു. അവർ ഓരോരുത്തൻ താന്റെ വടി നിലത്തിട്ടു. അവയെ സർപ്പങ്ങളായി തീർന്നു. എന്നാൽ അഹരോന്റെ വടി അവരുടെ വടികളെ വിഴുങ്ങിക്കളഞ്ഞു. വിഴുങ്ങിക്കളഞ്ഞു.
നിങ്ങളല്ലേ പറഞ്ഞ മോശയുടെ വടിയാന്ന്? നിങ്ങൾ ഇന്ന് രാത്രി തന്നെ എന്നെ ശരിയാക്കാൻ പറ്റും ചെയ്യരുത്. വായിക്കണമെന്ന് പറഞ്ഞു ഇതിനാ ആരാണ്ട് പറഞ്ഞു മോശയുടെ വടിത 4-ാം അധ്യായത്തിൽ മോശ ഇത് ചെയ്യുന്നുണ്ട്. അതാണ് എന്റെ വിഷയം. ഞാൻ അതുകൂടെ പറയല്ല, നിങ്ങൾ ഇനി അതിന്റെ പേർക്ക് ഒരു കൺഫ്യൂഷൻ ഉണ്ടാണ്. 4-ാം അധ്യായം എടുത്ത് ഒന്നുപോലെ വായിച്ചു. അതിന് മോശെ, ഉം അവർ എന്നെ വിശ്വസിക്കാതെയും എന്റെ വാക്ക് കേൾക്കാതെയും യഹോവ നിനക്ക് പ്രത്യക്ഷനായിട്ടില്ല എന്ന് പറയുമെന്ന് ഉത്തരം പറഞ്ഞു. യഹോവ അവനോട്, നിന്റെ കയ്യിൽ ഇരിക്കുന്നത് എന്ത് എന്ന് ചോദിച്ചു. ഒരു വടി എന്ന് അവൻ പറഞ്ഞു. അത് നിലത്തിടുക എന്ന് കൽപ്പിച്ചു. അവൻ നിലത്തിട്ടു. അതൊരു സർപ്പമായി തീർന്നു. മോശ അതിനെ കണ്ട് ഓടിപ്പോയി. മോശ കണ്ടപ്പോഴേ സ്ഥലം വിട്ടു. യഹോവ മോശയോട്, നിന്റെ കൈ നീട്ടി അതിന്റെ വാലിന് പിടിക്ക എന്ന് കൽപ്പിച്ചു. നിന്റെ കൈ നീട്ടി അതിനെ വാലിന് പിടിക്ക എന്ന് കൽപ്പിച്ചു. അവൻ കൈ നീട്ടി അതിനെ പിടിച്ചു. അതവന്റെ കയ്യിൽ വടിയായി തീർന്നു. അത്രേ നടന്നുള്ളൂ. മതി. ഈ രണ്ടും കൂടെ കൂട്ടിക്കുഴച്ചാൽ നമ്മൾ പലപ്പോഴും പറയുന്നു. അതിന്റെ കാരണം എന്നറിയാമോ? ഇതാ ഞാൻ പറഞ്ഞത്. അല്ല, നിങ്ങളൊരു 1500 പ്രസംഗമുള്ള പുസ്തകത്തിന്റെ കുറിപ്പ് മേടിച്ചെങ്കിൽ ഒരു ദോഷം വരുന്ന അർത്ഥത്തിലല്ല. നമ്മൾ മുഴുവൻ കേൾവി കൊണ്ട് അങ്ങ് അടിച്ചു വിടുക. ആരൊരാൾ പറഞ്ഞു പിന്നെ അത് തന്നെ അങ്ങ് വിടുക എന്നുള്ളതല്ലാതെ കണ്ട് അത് അങ്ങനെ തന്നെയാണോ എന്നൊന്ന് വായിച്ചു നോക്കുന്ന രീതി നമ്മുടെ ഇടയിൽ ഇല്ലാതെ പോകുന്നു. ദയവായി അങ്ങനെ ആകരുത്. നന്നായിട്ട് ദൈവവചനം വായിക്കണം, നന്നായിട്ട് വായിക്കണം. ഊഹം വെച്ചുകൊണ്ടും ഏതെങ്കിലും ആശയങ്ങൾ വെച്ചുകൊണ്ടും നിങ്ങൾ ദൈവവചനം കൈകാര്യം ചെയ്യരുത്. അല്പം ഗൗരവത്തോടെ നമ്മൾ ദൈവവചനത്തെ കാണണം. ഇനിയിപ്പം മോശ വടി താഴെ ഇട്ടു, സർപ്പമായി തീർന്നു, മോശയുടെ വടി മന്ത്രവാദിയുടെ വടികളെ വിഴുങ്ങി പറഞ്ഞെങ്കിൽ നിങ്ങളാരും നരകത്തിൽ പോവോ? തമ്പുരാൻ 1.5 വെള്ളിടി വിട്ട് നിങ്ങളെ കൊല്ലുവോ? ഇതൊന്നും ചെയ്യത്തില്ല. അതല്ല ഞാൻ പറഞ്ഞു. നമ്മളൊരു കാര്യം പറയുമ്പോൾ അതിന്റെ ആക്യുറസിക്ക് വേണ്ടി ഞാൻ ഓർപ്പിച്ചെന്ന് മാത്രമേ ഉള്ളൂ. ക്ലിയർ ആകുന്നുണ്ടോ? ചെറിയ ഒരു കാര്യമാണെങ്കിലും നമ്മളത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റാൻ പാടില്ല. കുത്തും കോമായി മാറിയാൽ പ്രശ്നമാകും. മനസ്സിലാവുന്നുണ്ടോ? പണ്ട് ജഡ്ജി വിധി പ്രഖ്യാപിച്ചു. നിങ്ങൾക്കറിയാം അത്. ഹാങ് ഹിം നോട്ട്, ലെറ്റ് ഹിം ഫ്രീ എന്നാണ് ഗോമസ്തൻ അടിച്ചു വെച്ചത്. ജഡ്ജി എഴുതി ഹാങ് ഹിം നോട്ട് ലെറ്റ് ഹിം ഫ്രീ. ജഡ്ജി എഴുതി ഹാങ് ഹിം, തൂക്കിക്കൊല്ലുക, നോട്ട് ലെറ്റ് ഹിം ഫ്രീ, അവന് വെറുതെ വിടരുത്. താഴെ ടൈപ്പ് ചെയ്ത കക്ഷിയുണ്ട്, ഹാങ് ഹിം കഴിഞ്ഞപ്പോൾ ഇതൊരു ഗോമായിട്ടു, അറിയാതെ കൈ തട്ടിയതാ. എങ്ങനുണ്ട്? ഹാങ് ഹിം നോട്ട് ലെറ്റ് ഹിം ഫ്രീ എന്നായിപ്പോയി. കോമയ്ക്ക് വല്ല വിഷയം ഉണ്ടെന്ന് ഇപ്പൊ പിടി കിട്ടിയോ? അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ കാര്യമോ? അപ്പോൾ വചനത്തിൽ നല്ല ശ്രദ്ധ വേണം. നന്നായിട്ട് വചനം വായിക്കണം. അങ്ങനെ വചനത്തോടൊപ്പം ഇരുന്ന് ദൂതൊരുക്കണം. വായിച്ച്, ഞാൻ പറഞ്ഞല്ലോ, മറ്റു പുസ്തകങ്ങളൊന്നും നിങ്ങൾ ആശ്രയിക്കണ്ട. ഒരു തിയോളജിക്കൽ ടെക്സ്റ്റിനെ പുറകെ പോകണ്ട. നിങ്ങളുടെ വചനം എഫക്റ്റീവ് ആകേണ്ട ഏറ്റവും നല്ല മാർഗം ദൈവവചനം നന്നായി ശ്രദ്ധയോടെ വായിക്കുക. മനസ്സിലാകുന്നുണ്ടോ? എല്ലാം അറിയാവുന്നുള്ള ഭാവം മാറ്റി വെച്ചിട്ട്, പണ്ട് ഷേക്സ്പിയർ പറഞ്ഞ നിങ്ങൾക്കറിയാമോ? ഷേക്സ്പിയർ പറഞ്ഞത് ഞാൻ എപ്പോഴും ഓർക്കാറുണ്ട്. എനിക്കൊന്നും അറിയില്ല എന്നുള്ള എന്റെ തിരിച്ചറിവാണ് എന്റെ ഏറ്റവും വലിയ അറിവെന്ന്. കണ്ടോ? എനിക്കൊന്നും അറിയാൻ വയ്യ എന്നുള്ള ഒരു തിരിച്ചറിവ് ഉണ്ടാകുന്നുണ്ടെങ്കിൽ അതിനേക്കാൾ വലിയ അറിവ് വേറൊന്നുമില്ല. നമ്മളില്ലെങ്കിൽ
ഈ ഏതാണ്ട് കൊണ്ടെന്ന് ഭാവിച്ച് ഫോഷ്ക്ക് രീതിയിലേക്ക് പോകുമ്പോഴാണ് അബദ്ധം ഉണ്ടാകുന്നത്. ഞാൻ പണ്ട് ക്ലാസ്സിൽ പറഞ്ഞ് ഓർക്കുന്നില്ല, പണ്ട് ഒരാൾ ചോദിച്ചു ഡിക്ഷണറി വായിച്ചിട്ടുണ്ടോ? അപ്പൊ പറഞ്ഞു പിന്നെ ഉണ്ടോന്നോ. ഓ, അതിന്റെ ഒടുവിലത്തെ ഭാഗത്തേക്ക് വരുമ്പോ ഏതൊരു മനുഷ്യന്റെയും ഹൃദയം തകർന്നു പോകുന്നു. ഡിക്ഷണറി വായിച്ചാലേ. എടാ ഉണ്ടെങ്കിൽ ഉണ്ട്, ഇല്ലെങ്കിൽ ഇല്ലെന്നങ്ങ് പറഞ്ഞാൽ പോരെ. ഇല്ലെന്ന് പറഞ്ഞാൽ അതിന് നാണക്കേട് തോന്നുന്നു. പുള്ളി പറയും പിന്നെ വായിച്ചിട്ടുണ്ടോന്നോ. അതിന്റെ ഒടുവിലത്തെ ഭാഗത്തേക്ക് വരുമ്പോ ഏത് മനുഷ്യനും ചങ്ക് തകരുന്നു ഡിക്ഷണറി വായിച്ചാൽ. അപ്പൊ അത് എന്നതാണെന്ന് പോലും അറിയത്തില്ല, എന്നാലും വിട്ടുകളയല്ല, ഒരെണ്ണം ബലം പിടിക്കുക. പിന്നെ ഉണ്ടോ നമുക്കറിയാൻ പറ്റില്ല. പിന്നെ ഓ, അതിന്റെ അവസാന ഭാഗം വരുമ്പോൾ ചങ്ക് തകരും ഡിക്ഷണറി വായിച്ചാലേ. അപ്പൊ അതുകൊണ്ട് അതെല്ലാം വിട്ടിട്ട് നമ്മൾ ഈ ദൈവജനം മാത്രം ശ്രദ്ധയോടെ വായിച്ചേ. അങ്ങനെ ശ്രദ്ധയോടെ വായിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ ഇടപെടും. അപ്പോഴാണ് ഈ ദൈവജനത്തിന്റെ ഇലുമിനേഷൻ, പ്രകാശനം ഉണ്ടാകുന്നത്. അങ്ങനെ പ്രാപിച്ച ദൂതുവായിട്ട് നിങ്ങളൊന്ന് എഴുന്നേറ്റ് നിന്ന് നോക്കിയേ. നിങ്ങൾ പറഞ്ഞ ഓരോ വാക്കും ഉന്നം പിഴയ്ക്കാത്ത അസ്ത്രം പോലെ ഓരോരുത്തരുടെ നെഞ്ചത്ത് ചെന്ന് തറയ്ക്കും. അവിടെ ഇരുന്ന് അത് കത്തും. സ്തോത്രം. അതാ പൗലോസ് പറഞ്ഞു, ഞാൻ കർത്താവിനെ പ്രാപിക്കുകയും നിങ്ങൾ കേൾപ്പിക്കുകയും ചെയ്തെന്തെന്നാൽ. കണ്ടോ? അല്ല ഞാൻ ബൈബിൾ കോളിൽ നിന്ന് പ്രാപിച്ച് നിങ്ങൾക്ക് തരികയാണെന്നല്ല. ഇപ്പോഴത്തെ രീതി ഞാൻ നെറ്റിൽ നിന്ന് പ്രാപിക്കുകയും നിങ്ങൾ കേൾപ്പിക്കുകയും ചെയ്യുന്ന അതുമല്ല. ഇപ്പൊ പിന്നെ അങ്ങനത്തെ ഗുണമുണ്ടല്ലോ. സ്തോത്രം. കഴിഞ്ഞ ദിവസം ദേവദാസനോട് പറഞ്ഞു, എന്റെ പാസ് ഒരു രക്ഷയില്ല, ഇപ്പം ഒരു പ്രസംഗം കൊണ്ടൊന്നും കാര്യം നടക്കില്ല, സീസൺ ആയി കഴിഞ്ഞാൽ പ്രസംഗം ഉണ്ടാക്കിയേ പറ്റുള്ളൂ. ഇപ്പൊ എല്ലാം യൂട്യൂബിനകത്ത് പോകുന്നതുകൊണ്ട് ആൾക്കാർ കേൾക്കുന്നതാണ് ഒരു പ്രസംഗം അപ്പുറത്ത് പ്രസംഗിക്കാൻ നോക്കിയിരുന്നു. സത്യം. ഞാൻ പറഞ്ഞു അങ്ങനെ പ്രാപിക്കുന്ന അല്ല ഇത്, കർത്താവിൽ നിന്ന് പ്രാപിക്കുന്നത്. അതാണ് എഫക്റ്റീവ്. പ്രൈസ് ദി ലോർഡ്. ഞാൻ മുന്നോട്ട് നീങ്ങുന്നു. 2-ാം അധ്യായത്തിലെ പ്രശ്നം വചനം കൈക്കൊള്ളുന്നില്ല. അവരും പോകാൻ ഒരുങ്ങിയിരിക്കുക. അതാ രസം. കണ്ടോ? വചനം വിഷയമല്ല, പക്ഷെ അവരും കാഹളം കാതുകളിൽ കേട്ടിടാറായി. ദൈവദൂതർ പൊൻവീണകൾ മീട്ടിടാറായി അവരും പാടുക. വചനമൊന്നും വേണ്ട അവർക്ക്. ഇപ്പോഴത്തെ മോഡേൺ ട്രെൻഡ് അനുസരിച്ച് അങ്ങനെയാണല്ലോ, വചനത്തിന്റെ വിഷയങ്ങളൊന്നും വേണ്ട. അതൊക്കെ മാറ്റി വെച്ചിട്ട് വേറെ ഏതാണ്ട് എല്ലാം കാണിക്കാനുള്ള വെപ്രാളോ. ഞാൻ എപ്പോഴും പറയാറുണ്ട്, വചനം എന്ന് പറഞ്ഞാൽ എന്താണെന്ന് തിരിച്ചറിയണ്ടേ. വചനം ജഡമായി തീർന്നാണല്ലോ ക്രിസ്തു. അപ്പൊ വചനം എന്ന് പറഞ്ഞാൽ യേശു ക്രിസ്തുവാണ്. യേശു ക്രിസ്തു പറഞ്ഞാൽ വചനമാണ്. വചനം എന്ന് പറഞ്ഞാൽ യേശു ക്രിസ്തുവാണ്. യേശു ക്രിസ്തു പറഞ്ഞാൽ വചനമാണ്. വചനം സംസാരിക്കാൻ സമയമില്ലെന്ന് പറഞ്ഞാൽ യേശു ക്രിസ്തു സംസാരിക്കാൻ സമയമില്ലെന്നല്ലേ അർത്ഥം? മനസ്സിലായില്ല? വചനം സംസാരിക്കാൻ ടൈമില്ലെന്ന് പറഞ്ഞാൽ യേശു ക്രിസ്തുവിന് സംസാരിക്കാൻ ടൈമില്ലെന്ന് അതിനർത്ഥം. യേശു ക്രിസ്തുവിന് സംസാരിക്കാൻ ടൈമില്ലാത്ത യോഗം അതെന്തോന്ന് യോഗമാ? പിന്നെ ആർക്ക് സംസാരിക്കാൻ അവിടെ ടൈം ഉള്ളത്? അതാ ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞത്, തോട്ടത്തിൽ നിന്റെ ഒച്ച കേട്ടിട്ട് ഞങ്ങൾ നഗ്നരാകയാൽ ഒളിച്ചിരിക്കുന്നു. ആദം പറഞ്ഞില്ലേ, തോട്ടത്തിൽ നിന്റെ ഒച്ച കേട്ടിട്ട്, മറ്റൊന്നിന്റെ ഒച്ചയല്ല. ഈ തോട്ടത്തിൽ ശബ്ദം മുഴങ്ങുന്നെങ്കിൽ അത് നിന്റെ ശബ്ദം മാത്രമായിരിക്കും. ആദഹവുമാർ പറഞ്ഞതിന്റെ അർത്ഥം അതാ. ക്ലിയർ ആയി വിശ്വസിക്കുന്നു. അപ്പോൾ ദൈവവചനത്തിന്റെ പ്രയോറിറ്റി, അതിന്റെ ടൈം മറ്റൊന്നിനും ദയവായി നിങ്ങൾ മാറ്റി വെക്കരുത്. സ്തോത്രം. 3 മണിക്കൂർ നമ്മൾ സഭായത്തിൽ ചെലവഴിക്കുന്നുണ്ടെങ്കിൽ മിനിമം 1 മണിക്കൂറെങ്കിലും ദൈവജന ശുശ്രൂഷയ്ക്ക് വേണ്ടേ. ബാക്കിയെല്ലാം മറ്റു പൊയ്ക്കോട്ടെ. യെസ്. ഞാൻ ചോദിക്കട്ടെ, എപ്പോഴാണ് ഈ ജന ഉപദേശം കേൾക്കുന്നത്? ഡോക്ടറിന് എപ്പോഴാണ് കേൾക്കുന്നത്? ടീച്ചിങ്സ് എപ്പോഴാണ് അവർക്ക് കിട്ടുന്നത്? കാരണം സഭയ്ക്കകത്ത് പ്രസംഗമല്ല, അവരെ പഠിപ്പിക്കുകയല്ലേ. പുറത്തുള്ളവരോട് പ്രസംഗിക്കണം, അകത്തുള്ളവരെ പഠിപ്പിക്കണം. അതിന് ടൈം വേണം. സ്പിരിച്വൽ ഗിഫ്റ്റ്സിന്റെ എക്സസൈസ് നടക്കണം. അതൊക്കെ സഭയല്ലേ വേണ്ടത്? ഇതൊക്കെ എപ്പോഴാണ് ഇവനെ ചെയ്യുന്നത്? സ്തോത്രം. ഞായറാഴ്ച സഭായത്തിന് വരുമ്പോൾ എല്ലാവരും അവരവരുടെ പോർഷനുമായിട്ട് വരിക, അത് അർപ്പിക്കാൻ. മനസ്സിലാകുന്നുണ്ടോ? കഴിഞ്ഞ ഒരാഴ്ച ദൈവം നടത്തിയ വിധങ്ങൾ, സൂക്ഷിച്ച വിധങ്ങൾ, കരുതിയ വിധങ്ങളൊക്കെ ഓർത്ത് ദൈവത്തിന് നന്ദി കരറ്റാനും നമ്മിൽ പകർന്ന ദൈവകൃപ എന്താണോ അതൊന്ന് ജ്വലിപ്പിക്കാനും വേണ്ടി ചെല്ലുക.
സ്തോത്രം. ദൈവം നമ്മിൽ പറഞ്ഞ ഗിഫ്റ്റ് എന്താണോ, യു ഹാവ് ടു എക്സസൈസ് ഇറ്റ്. അത് എക്സസൈസ് ചെയ്യണം. മനസ്സിലാകുന്നുണ്ടോ? പ്രബോധനം, എക്സോട്ടേഷൻ ചെയ്യണം. അത് വെളിപ്പാടുണ്ടെങ്കിൽ പറയണം, പ്രവചനമുണ്ടെങ്കിൽ പറയണം, ദൈവസഭയുടെ ആലോചന ഉണ്ടെങ്കിൽ പറയണം. അതെല്ലാം സഭയ്ക്ക് നടക്കണം. അത് അങ്ങോട്ടും ഇങ്ങോട്ടും കൂട്ടിയടിപ്പിക്കാൻ വേണ്ടിയിട്ടല്ല. സ്തോത്രം. ദൈവസഭയ്ക്ക് പ്രയോജനമുള്ള, കണ്ടോ, കൃപാവരങ്ങളെല്ലാം ഒരൊറ്റ ലക്ഷ്യം മാത്രമേ ഉള്ളൂ. ഇറ്റ് ഈസ് ഓൺലി ഫോർ ദ സ്പിരിച്വൽ എഡിഫിക്കേഷൻ ഓഫ് ദ ചർച്ച്. ദൈവസഭയുടെ സ്പിരിച്വൽ എഡിഫിക്കേഷന് വേണ്ടി മാത്രം. നോട്ട് ഫോർ ദ പേഴ്സണൽ പർപ്പസ് ഓർ ഫോർ ബെനിഫിറ്റ്സ്. വ്യക്തിപരമായ ഏതെങ്കിലും നേട്ടത്തിനോ കാര്യസാധ്യത്തിനോ വേണ്ടി ഉപയോഗിക്കാനുള്ളതല്ല കൃപകൾ. സ്തോത്രം. കൊരിന്ത്യരെ തന്നെ ആയതുകൊണ്ട് ഞാൻ പറഞ്ഞത്. 13, 14, 12, 14 അധ്യായത്തിൽ പറഞ്ഞാൽ മതി. ഞാനിപ്പോഴും നോങ്ങി വെച്ചേക്കത്. ദൈവസഭയുടെ എഡിഫിക്കേഷന് വേണ്ടി. എഡിഫിക്കേഷന്റെ മലയാളം കൃത്യം എന്താ പറയുന്നത്? പ്രാപ്തമാക്കുക അല്ലേ? അത് തന്നെ. യെസ്, താങ്ക് യു സന്നിച്ച. അപ്പൊ ദൈവസഭയുടെ ആത്മിക വർധനവിനും അവരെ പ്രാപ്തരാക്കാനും ഒക്കെ വേണം ഈ കൃപാവരങ്ങളുടെ വിനിമയം നടക്കേണ്ടത്. സമയം കഴിഞ്ഞു, മറക്കരുത്. ബാക്കി ഞാൻ പിന്നെ പറയാം. ദൈവം വെച്ച് നമുക്ക് അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാമല്ലോ. വചനം കൈക്കൊള്ളുന്നതിൽ, അത് വിശ്വാസികളാണെങ്കിലും ശുശ്രൂഷന്മാരാണെങ്കിലും മറ്റുള്ളവരാണെങ്കിലും, അത് തുറന്ന മനസ്സോടെ യഹോവേ അരുളി ചെയ്യണമേ അത് കേൾക്കുന്നു. യഹോവയുടെ അരുളപ്പാട് കേൾക്കാൻ ആകാംക്ഷയോടെ, വാഞ്ചയോടെ, യാതൊരു മുൻവിധിയും കൂടാതെ ആ നല്ല മനസ്സോടെ ഇരിക്കണം. അതാണ് പരിശുദ്ധാത്മാവ് ആഗ്രഹിക്കുന്നത്. സ്തോത്രം. പൗലോസ് പ്രസംഗിച്ചു, നേരം വെളുക്കുന്നവരെ പ്രസംഗിച്ചല്ലോ. സ്തോത്രം. നേരം വെളുക്കുന്നത്. എനിക്ക് അത്ഭുതം തോന്നുന്നൊരു കാര്യം ഞാൻ പറഞ്ഞ് അവസാനിപ്പിക്കാം. പൗലോസ് പ്രസംഗിച്ചിട്ടുണ്ടല്ല, പ്രസംഗം കേട്ട് ഒരുത്തൻ ജനലിൽ ഇരിക്കുകയായിരുന്നു, യൂത്തിക്കോസ്. അവനല്ലേ ഉറക്കം തൂങ്ങി താഴെ പോയി. താഴെ വീണെന്ന് മാത്രമല്ല, വീണ അവൻ അന്ന് ഓൺ ദ സ്കൂളിൽ ആള് പോയി. നിങ്ങൾ അപ്പോസ്തലപ്രവൃത്തി വായിച്ചു നോക്കും. ആകെ ബഹളമായി. പൗലോസ് പ്രസംഗിക്കുമ്പം പ്രസംഗം കേട്ടിരുന്ന ഒരുത്തൻ ഉറങ്ങി. താഴെ പോയതാണ് യൂത്തിക്കോസ്. എടുത്തോണ്ട് വന്നു, പ്രാർത്ഥിച്ചു. അവന്റെ പ്രാണൻ അവന് മടങ്ങി വന്നു. ഒന്നിട്ട് കാര്യം പറഞ്ഞ, ഏതായാലും ഞാൻ നോങ്ങിയതല്ല, അവസാനിപ്പിക്കാം. എനിക്ക് അത്ഭുതം തോന്നുകയാണ്, പൗലോസിന്റെ പ്രസംഗം കേട്ടപ്പോ ഉറങ്ങിയെങ്കിൽ പിന്നെ എന്റെ പ്രസംഗത്തിന്റെ കാര്യം വല്ലതും പറയണം. ഇപ്പൊ ഞാനതായിരിക്കും. അപ്പൊ പൗലോസ് അപ്പൊ എങ്ങനെ ആയിരിക്കും പ്രസംഗിച്ചത്? പൗലോസിന്റെ പ്രസംഗം കേട്ടാൽ ഉറക്കം വന്നിട്ടുണ്ടെങ്കിൽ പിന്നെ എന്റെ ക്ലാസ്സിൽ നിങ്ങൾ കൂർക്കം വരച്ചില്ലെങ്കിൽ അല്ലേ അരിച്ചേ. നിങ്ങൾ ഉറങ്ങണം. വചനം കേൾക്കുമ്പോഴേ നിങ്ങൾ ഉറങ്ങണം സ്വസ്ഥമായിട്ട്. ഞാൻ ഒന്നും എതിരല്ല. പൗലോസിന്റെ പ്രസംഗം കേട്ടിട്ട് ഉറങ്ങിയെന്ന് പറഞ്ഞാൽ വിശ്വസിക്കാൻ പറ്റുന്നില്ല. പക്ഷെ വിശ്വസിച്ചാൽ പറ്റൂ. നീ അത് പോട്ടെ, ഇവൻ താഴെ വീണ ഓൺ ദ സ്കൂളിൽ ആള് മരിച്ചുപോയി. എടുത്തുകൊണ്ട് വന്ന് അതിനുവേണ്ടി പ്രാർത്ഥിച്ചു, പ്രാണം മടങ്ങി വന്നു. ഞാൻ ഈ രംഗം മനസ്സിൽ നിന്ന് കണ്ടു നോക്കി. ഇന്നെങ്ങാനും ആയിരുന്നെങ്കിൽ പ്രാർത്ഥിച്ചു, അവന്റെ ജീവൻ അവനിലേക്ക് മടങ്ങി വന്നു കഴിയുമ്പോൾ അവിടെ നടക്കുന്ന പ്രകടനം എന്തായിരിക്കും അല്ലേ? ഒരു കോൾഡ്ലെസ് മൈക്കുമായിട്ട് അന്നേരം ആള് രംഗപ്രവേശനം ചെയ്യും. ബ്രദർ യൂത്തിക്കോസ് ഒന്ന് സംസാരിച്ചാട്ടെ. ഓക്കെ, സംസാരിക്കാൻ പറ്റുന്ന? ഓക്കെ. എന്താണ് സംഭവിച്ചത്? വാസ്തവത്തിൽ എന്താണ് സംഭവിച്ചത്? പ്രേക്ഷകർക്ക് വേണ്ടി 2 വാക്കും സംസാരിക്കാൻ പറ്റുമോ? ഉടനെ യൂത്തിക്കോസ്, അത് ഞാൻ പൗലോസ് പാസ്റ്റർ പ്രസംഗമേ കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. ഞാൻ ഇവിടെ ഈ ജനലിലായിരുന്നത്. എങ്ങനെ പ്രസംഗം കേട്ട് എങ്ങനെയാണെന്നറിയാൻ മേല. മുമ്പോട്ടാണോ പുറകോട്ടാണോ? എന്തായാലും ഞാൻ വീണെന്ന് മാത്രം എനിക്ക് ഓർമ്മയുള്ളൂ. അപ്പോഴേക്കും ഞാൻ മരിച്ചു. പിന്നെ എന്റെ ആത്മാവ് ഇങ്ങനെ പോകുന്ന കണ്ടു. ദൂതന്മാര് വന്നു, കൊണ്ടുപോകുന്നു, അങ്ങോട്ട് കൊണ്ടുപോകുന്നു, ഇങ്ങോട്ട് കൊണ്ടുപോകുന്നു. പിന്നെ പൗലോസ് പാസ്റ്റർ പ്രാർത്ഥിച്ചു. ഒരു തണുപ്പ് പോലെ ശരീരത്തോടെ വന്നേ. പിന്നെ അതങ്ങ് മാറി. പെട്ടെന്ന് തീ പോലും തന്ന് വ്യാപരിച്ചു. ഞാൻ ഒന്ന് ഞെട്ടി. അപ്പോഴേക്ക് ജീവനിൽ മടങ്ങി വന്നു. പിന്നെ ആ യൂത്തിക്കോസിൻ, പിന്നെ അവിടെ പ്രസംഗം നടക്കോ യൂത്തിക്കോസിന്റെ സാക്ഷ്യമായിരിക്കോ? നിങ്ങൾ പറ. നിങ്ങൾ ആലോചിച്ചിട്ട് പറഞ്ഞാൽ നിങ്ങളെല്ലാം മനസ്സിൽ കണ്ടു നോക്കണം. അടുത്ത വാക്ക്, പൗലോസ് പിന്നെ നേരം വെളുക്കുന്നത് വരെ പ്രസംഗിച്ചെന്ന്. അല്ല, വീണവനെ കൊണ്ട് അവിടെ കിടന്നുകൊണ്ട് സ്റ്റേജിൽ കിടന്നുകൊണ്ട് ഫാൻസി ഡ്രസ് കളിപ്പിക്കുകയല്ലായിരുന്നു.
ഇന്നായിരുന്നെങ്കിൽ യൂത്തിക്കോസ് കേരളക്കര ആകെ കൊയ്തെടുത്തേ. ഒരു സ്റ്റേജിന് അടുത്ത സ്റ്റേജിലേക്ക് കൊണ്ടുപോകാൻ വണ്ടി ഇവിടെ റെഡിയായി കിടക്കുകയല്ലേ. ജസ്റ്റ് ആ സാക്ഷ്യം മാത്രം ഒന്ന് പറഞ്ഞാൽ മതി, വേറൊന്നും പറയണ്ട. അവിടെ അവനെ തുള്ളിക്കാനല്ല നേരം. അവന്റെ പ്രാണം മടങ്ങി വന്നു. വീണ്ടും പൗലോസ് പ്രസംഗം തുടർന്നു. നേരം വെളുക്കുന്നവരെ പ്രസംഗിച്ചു. നിങ്ങളുടെ വചനത്തിന്റെ ഇമ്പോർട്ടൻസ് നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ? സ്തോത്രം. നമ്മളാണ് പറഞ്ഞത്, അത് പൗലോസ് പാസ്റ്റർ എപ്പോഴും പ്രസംഗിക്കുന്നല്ലേ, യൂത്തിക്കോസ് സാക്ഷ്യം പറയട്ടെ, ജനം കേൾക്കട്ടെ. ആ സ്തോത്രം. പൗലോസ് ആണ് ഒന്നാമത്തെ പൊക്കം ഇല്ല, ഒരു കൂനും കണ്ണിനകത്ത് എപ്പോഴും വെള്ളമൊക്കെ എടുത്ത്, ഒന്നാമത്തെ ശരീരം മെലിഞ്ഞ് ഒരു വല്ലാത്ത രൂപത്തില്ല പൗലോസ്. ആ പൗലോസിന്റെ പ്രസംഗം കേൾക്കാൻ ആരായിരിക്കുന്നല്ലേ? ചുമ്മാ അല്ല ഉറങ്ങിയത്. അത് കഴിഞ്ഞ് നേരം വെളുക്കുന്നവരെ പ്രസംഗിച്ചു. അല്ലാതെ മരിച്ചവനെ ഉയർപ്പിച്ചെഴുന്നേൽപ്പിച്ചെന്ന് പറഞ്ഞു പിന്നെ അവനെ കൊണ്ട് പ്രകടനം അവിടെ നടന്നില്ല. അവിടെ മരിച്ചവൻ ഉയർക്കുന്നതല്ല, ജീവൻ കൊടുക്കുന്ന വചനമാണ് അവിടുത്തെ വിഷയം. ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കട്ടെ. ദൈവം അനുവദിച്ചാൽ തുടർന്നുള്ള വേദഭാഗം നമുക്ക് വരും ദിവസങ്ങളിൽ ചിന്തിക്കുകയും പഠിക്കുകയും ചെയ്യാം. ദൈവമായ കർത്താവ് നമ്മെല്ലാവരും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. താങ്ക് യു.